സർപ്രൈസസ്. ദൈവം സ്തോത്രം, സർപ്രൈസിൻ്റെ ദൈവം. ഹല്ലേലൂയ. ഞാൻ യെശയ്യാ 53 അധ്യായത്തിലേക്ക് വരുന്നതിന് മുൻപ് പറയട്ടെ, ഈ കർത്താവാണ് ഈ സകലതിനും ഈ പാവകളി കേട്ടിട്ടുണ്ടോ? പാവകളി കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. പാവകളി, യെസ്, ഹല്ലേലൂയ. കണ്ടിട്ടുള്ളവരുണ്ട്. അതിൻ്റെ പിൻപിലിരുന്ന് ആരാണ്ട് ആ നൂല് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചരട് വലിക്കുന്നുണ്ട്. ചരട് വലിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആരെന്ന് ആർക്കും അറിയത്തില്ല. എക്സാക്ട്ലി ദ സെയിം മാനറാണ് എസ്തറിൻ്റെ പുസ്തകം. ഓഫ് കോഴ്സ് ബൈബിളിൽ ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. ദൈവം എന്നുള്ള പദം എസ്തറിൻ്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിലും അതിൻ്റെ ഓരോ വാക്യത്തിലും ലയിച്ചു ചേർന്നിരിക്കുന്ന എലോഹിമിൻ്റെ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഹല്ലേലൂയ. സോ എക്സാക്ട്ലി ദ സെയിം മാനർ. സ്തോത്രം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം വർഷങ്ങളായി, നാളുകളായി പ്രാർത്ഥിക്കുന്നതായ എല്ലാ വിഷയങ്ങളിലും കാണുന്ന മണ്ഡലത്തിൽ ദൈവം എന്ന് നമ്മൾ കാണുന്നില്ലെങ്കിലും കാണാത്ത മണ്ഡലത്തിൽ കർത്താവ് തൻ്റെ മഹത്വത്തെ വേറൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് ദൈവജനത്തിന് ലഭിക്കേണ്ടത് നമുക്ക് തന്നെ ലഭിക്കണം. ഞാൻ ആവർത്തിക്കുന്നു, ദൈവജനത്തിന് ലഭിക്കേണ്ടത് നമുക്ക് തന്നെ അത് ലഭിക്കണം. ചിലത് നമ്മൾ യുദ്ധം ചെയ്ത് തന്നെ നമ്മൾ പിടിച്ചെടുക്കണം. അവനെൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു. യെസ്, കം ഓൺ, ഹല്ലേലൂയ. കാരണം ഉപവാസം എന്ന് പറയുന്നത് ഒരു യുദ്ധം തന്നെയാണ്. കേട്ടില്ല? ഒരിക്കൽ കൂടെ, ഉപവാസം എന്ന് പറയുന്നത് ഒരു യുദ്ധം തന്നെയാണ്. മലയിൽ നിന്ന് കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാനുമായി ഇറങ്ങി വരുന്നതായ സമയത്ത് എപ്പിലെപ്സി അല്ലെങ്കിൽ ചന്ദ്രരോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു കുഞ്ഞുമായി ഒരു അപ്പൻ കടന്നു വരുന്നു. നിങ്ങൾക്ക് മർക്കോസ് സുവിശേഷം 9 അധ്യായത്തിലും മത്തായി സുവിശേഷം 17 അധ്യായത്തിലും ഇത് കാണുവാൻ തക്കോണം കഴിയും. അവൻ വന്നിട്ട് ഇപ്രകാരമാണ് ആ പിതാവ് പറയുന്നത്: എൻ്റെ മോനെ തീയിലും വെള്ളത്തിലും മാറി മാറി ദുരാത്മാവ് തള്ളിയിട്ട് കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്തോത്രം. വിവിധ വിഷയങ്ങൾ എനിക്കറിയത്തില്ല, വൈ ആം ഡീവിയേറ്റിംഗ്. സ്തോത്രം. ദൈവവചനം ഞാൻ അതിലേക്ക് യെശയ്യാ 53 വരാതെ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നതെന്ന് അറിയത്തില്ല. ആരെയോ ഇന്ന് രാത്രി കർത്താവ് തൊടുകയാണ്, ആരെയോ ഇന്ന് രാത്രി കർത്താവ് വിടിവിക്കുകയാണ്. അപ്പോൾ തീയിൽ വെള്ളത്തിൽ മാറി മാറി ആ കുഞ്ഞിനെ ഇട്ട്, ആ ചെറുക്കനെ ഇട്ട് പിശാച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മർക്കോസ് 9:22 പറയുന്നു. തീയിൽ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളവാൻ. പക്ഷേ യേശുവിൻ്റെ മുൻപിൽ ആ കുട്ടി വന്നു. പിന്നെ പിശാചിനെ അവനെ നശിപ്പിക്കാൻ തക്കോണം കഴിഞ്ഞില്ല. സോ വൺസ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തുലയ്ക്കാൻ. ഇപ്പോൾ താഴെ 9 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർക്കതിനെ പുറത്താക്കുവാൻ തക്കോണം കഴിഞ്ഞില്ല. അവർ യേശു കർത്താവിനോട് ചോദിച്ചു, വായ്, എന്തുകൊണ്ട് ഞങ്ങൾക്കിതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല? അപ്പോൾ മത്തായി 17:21 യേശു പറയുന്ന ഒരു ഉത്തരമുണ്ട്. ദീസ് കൈൻഡ്സ്, ഈ ജാതി ഉപവാസത്തിലും പ്രാർത്ഥനയിലും അല്ലാതെ മാറുന്നില്ല. ചില കെട്ടുകൾ, ചില നുകങ്ങൾ, ചില ചങ്ങലകൾ, ചില ജയിലുകൾ, ചില വാതിലുകൾ, ചില കോട്ടകൾ. ഹല്ലേലൂയ. അത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് പൊട്ടുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, ചില കോട്ടകൾ, ചില ജയിലുകൾ, ചില നുകങ്ങൾ, ചില ചങ്ങലകൾ, ചില വാതിലുകൾ, ഇതെല്ലാം തകർന്നു മാറി ജനം, സ്തോത്രം, ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കുന്നത് ദൈവകൃപയാൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും തന്നെയാണ്. ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ മക്കൾ എവിടെയൊക്കെയാണോ ഉപവാസത്തിൽ ഇരുന്നത്, അത് കഴിഞ്ഞിട്ട് ചില ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. ചില ബെനിഫിറ്റ്സ്, ചരിത്രപരമായി ദൈവം അവർക്കായി പ്രവർത്തിച്ചതായ ചില ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ബെനിഫിറ്റ്സ്, നന്മകൾ. സ്തോത്രം, നന്മകൾ. സോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് തിന്മയ്ക്കായിട്ടല്ല, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നന്മയ്ക്കായിട്ടാണ്. നല്ലൊരാമേൻ പറഞ്ഞാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരേണ്ടതിന് നന്മയ്ക്കായി നിങ്ങളെ നിരൂപിക്കുന്നവനായ കർത്താവ്. സോ ദൈവം നിങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി ചിന്തിക്കുന്നത് നന്മയാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന നന്മയാണ്. നിങ്ങൾ ജനിച്ച മക്കളും ജനിക്കാൻ പോകുന്ന കൊച്ചുമക്കളെയും കുറിച്ച് ദൈവം ചിന്തിക്കുന്നത് നന്മയാണ്. ഈ വർഷത്തിൻ്റെ അടുത്ത മാസങ്ങൾ, ആഴ്ചകൾ, അടുത്ത വർഷങ്ങൾ അവസാനം വരെയും ദൈവം ചിന്തിക്കുന്നത്, ദൈവം പ്ലാൻ ചെയ്യുന്നത് നന്മ മാത്രമാണ്. ഹല്ലേലൂയ. കാരണം സ്തോത്രം, ദൈവം നന്മയുടെ ദൈവമാണ്. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്
നന്മയെ എത്രയധികം നൽകുന്നു. മത്തായി 7:11 പറയുന്നു, നന്മയെ എത്രയധികം നൽകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് നന്മയെ? മത്തായി 7:11 ആരുണ്ട് എഴുതുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, നന്മയെ എത്രയധികം നൽകുന്നു. ലൂക്കോസ് 11:13 അതേ വാക്യം പറഞ്ഞിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുന്നു. പരിശുദ്ധാത്മാവ് ഒരു വശത്ത് മത്തായി നന്മയെന്ന് പറയുമ്പോൾ ലൂക്കോസ് സ്തോത്രം പറയുകയാണ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുന്നു. രണ്ട് വാക്യം കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ പറയട്ടെ, ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഹല്ലേലൂയ. ലഭിക്കാമെന്നുള്ള ഏറ്റവും വലിയ നന്മ പണമല്ല, പദവിയല്ല, പരിശുദ്ധാത്മാവാണ്. ബിക്കോസ് വൺസ് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉയർച്ചകളെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. വൺസ് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അപ്പാടെ മാറിയത് തന്നെ. കാരണം തിരുവചനം പറയുന്നു, നസ്രയത്തിലെ ആശാരിയെ മെസ്സിഹാക്കി തീർത്തത് അവനിൽ പകർന്നതായ പരിശുദ്ധ ആത്മാവാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്, ചേർച്ചിനെ മാറ്റുന്നത്, നമ്മുടെ ശുശ്രൂഷ മേഖലയെ മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. സോ പരിശുദ്ധാത്മാവ് ഒരു നന്മയാണ്. പരിശുദ്ധാത്മാവ് ഈസ് എ മാക്സിമം ബെനിഫിറ്റ്. കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റാണ് പരിശുദ്ധ ആത്മാവ്. സ്തോത്രം. ബെനിഫിറ്റ്സ് ഉണ്ട്. ക്രൂസിലേക്ക് നോക്കുമ്പോൾ ക്രൂസിൽ നിന്ന് ലഭിക്കുന്നതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് ബെനിഫിറ്റ്സ്. എഴുതാട്ടെ, ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് ബെനിഫിറ്റ്സ്. ആരെങ്കിലും ധ്യാനിച്ചാട്ടെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഫ്രം ദ ക്രോസ്. ക്രൂസിൽ നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി നൽകിയതായ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? യേശു കർത്താവ് എന്തൊക്കെയോ തട്ടിത്തെറിപ്പിക്കാനും എന്തൊക്കെയോ തട്ടിയെടുക്കാൻ വേണ്ടിയല്ല യേശു വന്നത്, പകരം അവൻ തരാനാണ് വന്നത്. സോ കർത്താവിൽ നിന്ന് ലഭിക്കുന്നതായ പല ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ സാത്താൻ വരുന്നത് അതിനു വേണ്ടിയല്ല. സാത്താൻ കള്ളനാണ്. യോഹന്നാൻ 8:44 സാത്താൻ കള്ളനാണ്. യോഹന്നാൻ 10:10 അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ വരുന്നില്ല. അവൻ മോഷ്ടിപ്പാനാണ് വരുന്നത്. സാത്താൻ അവൻ അറുപ്പാനാണ് വരുന്നത്, അവൻ മുടിപ്പാനാണ് വരുന്നത്. എന്നാൽ സ്തോത്രം, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണെങ്കിൽ യേശു വന്നത് നിങ്ങളുടെ ലൈഫിന് ബെനിഫിറ്റ് ഉണ്ടാകാനാണ്. സോ പിതാവായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. റോമർ 8 അങ്ങനെ പറയുന്നു, പിതാവായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. സോ ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് ബെനിഫിറ്റ്സ്. അതുപോലെ തന്നെ ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്സ്. ക്രൂശ് ഒരു അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. ക്രൂശ് ഒരു അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. ഗലാത്യർ 3:13-14 പറയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഗലാത്യ ലേഖനം 3:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, അതെ, ന്യായപ്രമാണത്തിന്റെ സകല ശാപങ്ങൾ നമ്മളിൽ നിന്ന് നീങ്ങി പകരം അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വന്നത് ബിക്കോസ് ഓഫ് ക്രോസ്. നമ്മുടെ ശാപങ്ങൾ മുഴുവൻ തകർന്നു മാറി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത് ക്രൂശ് നിമിത്തമാണ്. ശാപങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരൊറ്റ പുസ്തകമേ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും ഭൂമിയിലുമുള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. അങ്ങനെയെങ്കിൽ ശാപങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ട് ബ്ലെസ്സിങ്ങിൽ, അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു ജാതിയേ ഉള്ളൂ, ഈ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആത്മാവിൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ജനം. So cross is a place of blessings. ക്രൂശ് അതൊരു അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. So cross is a place of miracles. ക്രൂശ് ഒരു സ്തോത്രം, അതെ, അത്ഭുതങ്ങളുടെ സ്ഥലമാണ്. ഇതെല്ലാം നിങ്ങൾ ധ്യാനിക്കുക. ഞാൻ ഇത് ഔട്ട്ലൈൻ പറയുന്നത് നിങ്ങളുടെ ഹോംവർക്കിന് വേണ്ടിയാണ്. സ്തോത്രം, അതെ, പല ബെനിഫിറ്റ്സ് ഉണ്ട്, പല ബ്ലെസ്സിങ്സ് ഉണ്ട്, പല മിറക്കിൾസ് ഉണ്ട്. ക്രൂശിൽ വെളിപ്പെട്ടതായ 7 അത്ഭുതങ്ങളുണ്ട്. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 45 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ 7 അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 27-ാം അധ്യായം 45 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 7 അത്ഭുതങ്ങൾ ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. 12 മണി മുതൽ ഉച്ചശേഷം 3 മണി വരെ ഇരുട്ടുണ്ടായി, ഭൂമികൾ കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ദേവാലയത്തിൻ്റെ തിരശ്ശീല മേലെ നിന്ന് താഴേക്ക് ചിന്തിപ്പോയി, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം അവർ പ്രത്യക്ഷ എന്ന് തുടങ്ങിയതായ 7 മിറക്കിൾസ്, 7 അത്ഭുതങ്ങൾ അവിടെ കാണുവാൻ തക്കോണം കഴിയും. കാരണം യേശു കർത്താവ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒരിക്കൽ കൂടെ പറയാം, ഇന്ന് രാത്രിയിലും യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ദയവായി അത്ഭുതങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കാരണം ബൈബിൾ മുഴുവൻ അത്ഭുതങ്ങളാണ്.
ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ ഉണ്ടാക്കി. ഒരു ദ്രവ്യവുമില്ല, ഒരു പദാർത്ഥവുമില്ല, വെറും ശൂന്യതയാണ്. ഒരു പദാർത്ഥം ഇല്ലാതിരിക്കെ, ഒരു ദ്രവ്യം, ഒരു മാറ്റർ ഇല്ലാതിരിക്കെ ദൈവം ഒന്നുമില്ലായിരുന്നെന്ന് സകലതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സ്തോത്രം. ആ ആദ്യത്തെ വാക്ക് തുടങ്ങി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇരുന്നോട്ടെ, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പാസീവായിട്ടല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ജാതികളെ പോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. മറ്റുള്ളവർ കൊണ്ട് എനിക്കും ഇരിക്കട്ടെ. നോ നോ നോ. നിങ്ങളുടെ ലൈഫ് സ്തോത്രം, അതെ, നിങ്ങളുടെ ലൈഫ് സൂപ്പർ നാച്ചുറൽ ആണ്. നിങ്ങളുടെ ലൈഫ് അത്ഭുതങ്ങളുടെ ലൈഫായിരിക്കണം. ഒന്നാം തലമുറ, രണ്ടാം തലമുറ, മൂന്നാം തലമുറ പെന്തിക്കോസിൽ ഞാൻ അത്ഭുതം ചെയ്യാമെന്നല്ല ബൈബിൾ പറയുന്നത്. പാരമ്പര്യക്കാരുടെ നടുവിൽ അത്ഭുതം ചെയ്യാമെന്നല്ല കർത്താവ് പറഞ്ഞത്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കുമ്പോൾ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രമേശ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. കിങ്ഡത്തിന്റെ നാണയമാണ് വിശ്വാസം. ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്ന നാണയമാണ് വിശ്വാസം. വിശ്വാസമില്ലെങ്കിൽ വിടുതലുമില്ല. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതം കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്ലീസ്, നിങ്ങളുടെ ഭവനം ഒരു വിശ്വാസത്തിന്റെ ഭവനമാകണം. നിങ്ങളുടെ ജീവിതം ഒരു വിശ്വാസത്തിന്റെ ജീവിതമാകണം. ഞാൻ പറഞ്ഞവരത് ക്രൂസിൽ വെളിപ്പെടുന്ന ബെനിഫിറ്റ്സ് ഉണ്ട്, ക്രൂസിൽ വെളിപ്പെടുന്ന ബ്ലെസ്സിങ്സ് ഉണ്ട്, ക്രൂസിൽ വെളിപ്പെടുന്നതായ അത്ഭുതങ്ങളുണ്ട്. ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്. ക്രൂസ് ഒരു കൈമാറ്റത്തിന്റെ സ്ഥലമാണ്. തിന്മകളെ മുഴുവൻ കർത്താവ് ഏറ്റെടുത്ത് നന്മകളെ കർത്താവ് പകർന്നതായ ഒരു കൈമാറ്റത്തിൻ്റെ സ്ഥലമാണ്. അതൊരു 9 കാര്യങ്ങൾ എനിക്ക് എണ്ണി പറവാൻ കഴിയും. സ്തോത്രം. ഞാനൊന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനം 53 ബാക്കി എനിക്ക് പറവാൻ തക്കോണം കഴിയത്തില്ല. ക്രൂശ് അതൊരു കൈമാറ്റത്തിൻ്റെ സ്ഥലമാണ്. സ്തോത്രം. അതെ, ക്രൂശ് കൈമാറ്റത്തിൻ്റെ സ്ഥലം. ആർത്തിയോട് ചിലരല്ല എഴുതുന്ന കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. ക്രൂശ് നമ്മുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തു, പകരം രക്ഷയെ നൽകി. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ശിക്ഷയെ ഏറ്റെടുത്തു, പകരം രക്ഷയെ നൽകി. സ്തോത്രം. അത് അനീതിയെ യേശു ചുമന്നു. അനീതിയെ യേശു ചുമന്നു, പകരം എന്തു തന്നു? പറഞ്ഞേ, നീതിയെ തന്നു. നിങ്ങൾ നീതിമാന്മാരാണ്. റോമർ 5:1. വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. മെഴുകുതിരി കത്തിച്ചത് കൊണ്ടല്ല, പൊന്നിൻ കുരിശ് മുത്തിയത് കൊണ്ടല്ല, കിലോ കണക്കിന് ദശാംശം കൊണ്ടുവന്ന് ജോയ്ബറിന്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് മേടിച്ചത് കൊണ്ടല്ല, പകരം യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടത് നിമിത്തം നിങ്ങൾ നീതിമാന്മാരായി. നിനക്കെന്തോ കുഴപ്പമുണ്ട് എന്നല്ല സർവശക്തനായ ദൈവം നിങ്ങൾ നോക്കി പറയുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, സ്വർഗത്തെക്കാൾ പരിശുദ്ധനായ ദൈവം ഇന്ന് രാത്രി നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് നീ കുറച്ചുകൂടെ ശരിയാകാനുണ്ട് എന്നല്ല ദൈവം പറയുന്നത്. പകരം കർത്താവ് പറയുന്നത് നീതിമാനാണ്. കാരണം യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് ദൈവം നിങ്ങളെ നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അനീതിയെ യേശു ഏറ്റെടുത്തു, നമുക്ക് നീതി നൽകി. നമ്മുടെ തിരസ്കരങ്ങളെ അവൻ ഏറ്റെടുത്തു, പകരം നമുക്ക് സ്വീകരണം നൽകി. ദൈവത്തിൻ്റെ മക്കളായി സ്വീകരിക്കപ്പെട്ടവർ ആമേൻ പറഞ്ഞാണ്. എബ്രായർ 4:16 എന്ന് പറയുന്നു. എബ്രായർ 4:16 തൽസമയത്ത് കൃപാസനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് സ്തോത്രം പുതിയ വഴിയെ ഒരുക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജോസഫസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2 അടിയോളം വീതിയുള്ളതായ വലിയൊരു കർട്ടനായിരുന്നു. അതൊരു തടിയെ പോലെയുള്ള ഒരു കർട്ടനായിരുന്നു. ഏത്? സ്തോത്രം. വിശുദ്ധ സ്ഥലത്തിന് അതിപരിശുദ്ധ സ്ഥലത്തും കിടന്നിരുന്നത്. ഡേ ഓഫ് അറ്റോൺമെന്റിന്, യോം കിപ്പൂറിന്, അല്ലെങ്കിൽ പാപ പരിഹാര ദിനത്തിന് നല്ല ആരോഗ്യമുള്ളവർ, എന്നെ പോലെയല്ല, ജെറിയെ പോലെ നല്ല ആരോഗ്യമുള്ളതായ ഒരു 5-6 പേര് സ്തോത്രം കയറ് കൊണ്ട് ആ കർട്ടനെ നന്നായി വലിച്ചു പിടിക്കുമ്പോഴാണ് പുരോഹിതൻ അകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് അവർ പെട്ടെന്ന് റിലീസ് ചെയ്യും. സ്തോത്രം. എന്നിട്ട് ആ കർട്ടൻ അടിയുകയും ചെയ്യും. കയറ് വിടല്ലേ, ചെറിയ കയറ് വിടല്ലേ. സ്തോത്രം. പുരോഹിതൻ അകത്ത് കയറിയിട്ടേ കയറ് വിടാവൂ, ഇല്ലെങ്കിൽ പുരോഹിതൻ്റെ പരിപാടി തീർന്നു. പുരോഹിതൻ ചപ്പാത്തിയായി. അത്ര വലിയ കട്ടിയുള്ളതായ ഒരു കർട്ടനായിരുന്നു അത്. മോർ ദാൻ എ വുഡ്, ഒരു ഉഡൻ, അത് വാതിനെ പോലെ. അതിനെ സ്തോത്രം മുഴുവൻ തള്ളി മാറ്റണമെങ്കിൽ 300-400 പേര് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കർട്ടൻ. പക്ഷേ അത് പടികയല്ല കീറിയത്, ദൈവം അതിനെ കീറി. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി ദൈവം നിങ്ങളെ സ്വീകരിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ അവൻ റിജക്റ്റ് ചെയ്യപ്പെട്ടത്, യേശു കർത്താവ് കൈവിടപ്പെട്ടത് നിങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. യേശു കർത്താവ് ആടിപ്പിണരുകൾ ഏറ്റെടുത്ത് നിങ്ങളെ സൗഖ്യമാകാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു തുമ്മപ്പനി പോലും ആരുടെ മേൽ ഇരിക്കല്ലേ. അവരിൽ ഒരുത്തൻ പോലും ബലഹീനനില്ല.
യേശുവിൻ്റെ നാമത്തിൽ. ടോറിക്ക് പനിയായിരുന്നു, സൗഖ്യത്തോടെ എത്തി. ഇവാൻസ് ബ്രദറിന് മിനി സിസ്റ്റർ പനിയായി കിടക്കുന്നു. എല്ലാവരും വിളിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, അവർ സൗഖ്യമാകട്ടെ. മനോജ് സാറിന് പനിയാണ്. കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി നാളെ സഭായത്തിന് കൊണ്ടുവരട്ടെ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ. വേറെ ആരെങ്കിലും എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഇന്ത്യൻ ടൈം 8:50 ഈ സമയത്ത് അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം, അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്നു. യെസ്. 107 സങ്കീർത്തനം 20 വാക്യം പറയുന്നു, അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാണ്. സ്തോത്രം. അതുപോലെ തന്നെ അവന് ശാപത്തെ ചുമന്നു. ദാറ്റ്സ് വൈ he had the crown of thorn. യേശുവിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. ശാപത്തെ ചുമന്നു. പകരം കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി. അവൻ ക്രൂശിന്മേൽ നേക്കഡായിരുന്നു. അവൻ ക്രൂശിന്മേൽ നിന്ദിക്കപ്പെട്ടിരുന്നു. അവൻ നിന്ദിക്കപ്പെട്ടത് ദൈവകൃപയാൽ നിങ്ങൾ മാനിക്കപ്പെടുവാൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കല്ല, നിങ്ങൾ മാനിക്കപ്പെടുവാൻ. ചോദ്യചിഹ്നം കണ്ടവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ചോദ്യചിഹ്നം കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ചോദ്യചിഹ്നം ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ, അങ്ങനെയല്ലേ നമ്മൾ ചോദ്യചിഹ്നം കണ്ടിട്ടില്ല, എഴുതിയിട്ടേ ഉള്ളൂ. സ്തോത്രം. ചോദ്യചിഹ്നം ഇങ്ങനെ തല കുനിച്ചല്ലേ നിൽക്കുന്നേ. ഗ്യാരണ്ടിയായി പറയട്ടെ, ആരുടെ മേലും ഒരു വിഷയത്തിലും നിങ്ങൾ തല കുനിയാതിരിപ്പാൻ, പകരം നിങ്ങൾ ആശ്ചര്യചിഹ്നമാകുവാൻ, നിങ്ങളൊരു ആശ്ചര്യമാകാൻ. പ്രവചനദൂതായി തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളിൽ ദൈവം ചലിക്കുമ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് അത്ഭുതം കൂറുമാർ, നിങ്ങളൊരു ആശ്ചര്യമാകുവാൻ. യേശു കർത്താവ്, അവൻ സ്തോത്രം ക്രൂശിന്മേൽ നിന്ദിതനായിരുന്നു. യേശു നിന്ന ചുമന്നത് നമ്മൾ ദൈവകൃപയാൽ മാനിക്കപ്പെടുവാനാണ്. യേശു ദരിദ്രനായത് നമ്മൾ സ്തോത്രം സമൃദ്ധി അനുഭവിപ്പാൻ വേണ്ടിയാണ്. സമൃദ്ധി അദാനിയും അംബാനിയും എന്നതല്ല. സമൃദ്ധി ജീവിത യാത്രയിൽ ആരുടെ മുൻപിലും ബുദ്ധിമുട്ടാതെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ദൈവം എന്നെ കൊണ്ടുവന്നു എന്ന് പറയുവാൻ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ജീവിതം നല്ലത് എന്ന് പറയുവാൻ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദൈവം കൊണ്ടുവന്ന അതിൻ്റെ പേരാണ് ദൈവിക സമൃദ്ധി. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. അവൻ നമ്മുടെ മരണത്തെ ഏറ്റെടുത്തു, പകരം ദൈവകൃപയാൽ അവനിൽ നിന്ന് ജീവനും സമൃദ്ധിയായ ജീവനും പ്രാപിപ്പാൻ. എബ്രായലേഖനം സ്തോത്രം 2-ാം വാക്യം പറയുന്നത്, ഹി ടേസ്റ്റ് ദ ബിറ്റർനെസ്, അവൻ മരണത്തിൻ്റെ കയ്പ് വഹിച്ചു. സ്തോത്രം. ഇതൊക്കെയാണ് ക്രൂശിൽ സംഭവിച്ചത്. ഈ ക്രൂശിൽ സംഭവിച്ചതായ കാര്യം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ 4 സുവിശേഷങ്ങളിൽ നിന്നാണ് പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. പക്ഷേ സ്തോത്രം, അവർ മത്തായി സ്തോത്രം അഫ്കോഴ്സ് ശരീരപ്രകാരം യേശുവിനോട് കൂടെ സഞ്ചരിച്ചു. അതുപോലെ യോഹന്നാനും ശരീരത്തിൽ യേശു കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചു. സമകാലികരായിരുന്നു അവരെല്ലാം, അപ്പോസ്തലന്മാരായിരുന്നു. മത്തായിയും യോഹന്നാനും ഒക്കെ. മർക്കോസ് പത്രോസ് പറഞ്ഞു കൊടുത്തിട്ടാണ് മർക്കോസ് എഴുതിയത്. ജോൺ മാർക്ക് പത്രോസ് പറഞ്ഞു കൊടുത്താണ് എഴുതിയത്. അവനൊരു യുവാവായിരുന്നു. അവന് നിശ്ചയമായ ക്രൂശീകരണം ദൂരത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. ലൂക്കോസും അവണ്ണം തന്നെയായിരുന്നു. ലൂക്കോസ് ജാതിയിൽപ്പെട്ട ആളായിരുന്നു. യഹൂദനല്ലാത്ത ഒരേ ഒരു റൈറ്ററാണ് ആര് പറഞ്ഞാട്ടെ? ലൂക്കോസ്. യഹൂദനല്ലാത്ത ഒരേ ഒരു എഴുത്തുകാരനാണ് ലൂക്കോസ്. സ്തോത്രം. പക്ഷേ ഇവരെല്ലാം സമകാലികരായിരുന്നു. ഈ 4 സുവിശേഷകർ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സമകാലികരായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് ആളുകൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്, എന്നാൽ സമകാലികരായി യേശുവിനോടൊപ്പം ജീവിച്ചില്ലെങ്കിലും 700 സംവത്സരങ്ങൾക്ക് മുമ്പ് ശരീരത്തിൽ ഒരുവൻ ജീവിച്ച് 700 സംവത്സരങ്ങൾക്ക് ശേഷം ആത്മാവിൽ അവനോട് കൂടെ സഞ്ചരിച്ച് ഒരുവൻ കണ്ട് എഴുതിയ ഒരു അധ്യായമാണ് യെശയ്യാപ്രവചനം 53-ാം അധ്യായം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്തോത്രം. സഹോദരന്മാരെ, ശരീരം ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലയളവിലാണെങ്കിലും ആത്മാവിൽ മുന്നോട്ട് സഞ്ചരിച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡാനിയൽ സ്തോത്രം യേശു കർത്താവിന് 500 വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചത്. പക്ഷേ മെശിഹായുടെ സ്തോത്രം ക്രൂശീകരണം ഡാനിയൽ പറഞ്ഞു. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഡാനിയലിൻ്റെ പ്രവചനമാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവ് സ്തോത്രം. അതെ, ഇതാ മനുഷ്യപുത്രന് തുല്യനായ ഒരുവൻ ആകാശമേഘങ്ങളിൽ വരുന്നു എന്ന് വളരെ കൃത്യമായി ഡാനിയൽ പറഞ്ഞു. അവൻ ജീവിച്ചത് 2500 വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ളതായ കാര്യാദികൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ദാനിയേൽ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശരീരത്തിൽ ജീവിച്ചിട്ട് മുന്നോട്ട് സഞ്ചരിച്ച് മാത്രമേ ആത്മാവിനെ കാണാൻ പറ്റത്തുള്ളൂ? നോ. എൻ്റെ ദൈവം ഇന്നലത്തെയും ദൈവം കൂടെയാണ്. കമാൺ, ആരോട് പറയാൻ? ഹല്ലേലൂയ.
സോ ആത്മാവ് മുന്നോട്ട് മാത്രമല്ല സഞ്ചരിക്കുന്നത്, ആത്മാവ് ഇന്ന് മാത്രമല്ല സഞ്ചരിക്കുന്നത്. ഉദാഹരണമായി മോശ സ്തോത്രം, അതെ, ശരീരപ്രകാരം 3500 വർഷങ്ങൾക്ക് മുമ്പാണ് മോശ ജീവിച്ചിരുന്നത്. പക്ഷേ മോശയുടെ ആത്മാവിനെ ദൈവം എടുത്ത് അവനെ മുന്നിലേക്ക് മാത്രമുള്ള കാര്യമല്ല കാണിച്ചത്, അവനെ പിന്നിലേക്കും കാണിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരിക്കൽ കൂടെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് സൃഷ്ടിയുടെ ആരംഭം തുടങ്ങി. സ്തോത്രം. അത് കഴിഞ്ഞ് കയ്യൻ, ഹാബേൽ, ശേത്ത്, സ്തോത്രം, പിന്നെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ് തുടങ്ങി ചരിത്രത്തെ മുഴുവൻ ഇന്നലകളിലേക്ക് കൊണ്ടുപോയി ആത്മാവിൽ കാണിച്ച് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത് ദൈവമായ കർത്താവ് എഴുതിപ്പിച്ചു. Hallelujah, in the name of Jesus. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ഒന്ന് എടുത്താലേ ബ്രദർ അത് സംഭവിക്കുമോ? ഒരു ദിവസം ഗേഹസി എങ്ങാണ്ട് കറങ്ങിയിട്ട് എലീശായുടെ മുൻപിൽ കടന്നു വന്നപ്പോഴേക്കും എലീശ ഗേഹസിയോട് ചോദിച്ചു, നീ എവിടെയാ പോയിട്ട് വന്നേ? കള്ളം കാണിച്ചു വിട്ട് വന്ന ഗേഹസി പറഞ്ഞു, ഞാൻ എവിടെയും പോയില്ല. ഉടനെ എലീശ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ആ പുരുഷൻ്റെ പിന്നാലെ പോയി സ്തോത്രം അവനിൽ നിന്ന് വസ്ത്രവും മറ്റ് സാധനങ്ങളും വാങ്ങുമ്പോൾ എൻ്റെ ആത്മാവ് നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? ട്രാവലിംഗ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിന് സഞ്ചരിക്കാൻ പറ്റും, ആത്മാവിന് സഞ്ചരിക്കാൻ പറ്റും. ആത്മാവിന് സഞ്ചരിക്കാൻ പറ്റും. അന്യഭാഷ പറഞ്ഞ് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. അന്യഭാഷ പറഞ്ഞ് തുടങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ ആ സെന്റൻസ് ഒരിക്കൽ കൂടെ അഭിമാനത്തോടെ, ലജ്ജ കൂടാതെ അതെ ആവർത്തിച്ച് പറയട്ടെ. സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ലജ്ജയില്ല. ചർച്ച് ആമേൻ പറഞ്ഞേ പറ്റത്തുള്ളത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ദൈവത്തിൻ്റെ സ്റ്റോർ ഹൗസിൽ കഞ്ഞിയും ചമ്മന്തിയും മാത്രമല്ല ഉള്ളത്, അർത്ഥം ഏതോ നിസ്സാര കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, സ്വർഗത്തിലെ ഭണ്ഡാരത്തിൽ ഈ തലമുറയ്ക്കായി കർത്താവ് കരുതി വെച്ചിരിക്കുന്ന മാക്സിമം ദൈവത്തിന്റെ കൃപയിൽ നിന്ന് ജനം പ്രാപിക്കണം. സോ എലീശ എന്ന ദൈവപുരുഷൻ അനുഭവിച്ചതായ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത നോക്കി അദ്ദേഹം പറയുന്നു, മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവ് നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? ദാറ്റ് മീൻസ് ആത്മാവ് സഞ്ചരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ശരീരം കൊണ്ട് ഞാൻ ദൂരസ്ഥനാണെങ്കിലും പറഞ്ഞേ ആത്മാവ് കൊണ്ട് സമീപസ്ഥനായി. സോ ഹി ന്യൂ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഓവർ ദേർ. ആത്മാവിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. യേശുവിൻ നാമത്തിൽ. ബ്രദർ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭക്തന്മാർ എങ്ങനെയാണ് പറയുന്നത്? രാവിലെ എഴുന്നേറ്റ് അന്യഭാഷ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ആത്മാവ് വന്ന് നിന്റെ ആത്മാവിനെ എടുത്ത് പല കാര്യാദികൾ, പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ചെയ്യുവാൻ തക്കണം നിന്നെ ബലപ്പെടുത്ത്. സോ ശരീരം ജീവിക്കുന്നത് സ്തോത്രം ഒരു പ്രത്യേക കാലയളവിലാണ് എങ്കിലും മോശയുടെ അനുഭവത്തിൽ പിന്നോട്ടവൻ ചലിച്ചു, അവൻ പിന്നിലേക്ക് ചലിച്ച സൃഷ്ടി തുടങ്ങിയുള്ളതായ കാര്യങ്ങൾ മോശ എഴുതി വീണ്ടും സ്തോത്രം തൻ മുന്നിലേക്ക് ചലിച്ചിട്ട് പറഞ്ഞു, എന്നെക്കാൾ ശക്തനായ ഒരു പ്രവാചകന്റെ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുക. ഓ കം ഓൺ, ഹല്ലേലൂയ. സോ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ 2700 വർഷങ്ങൾക്ക് മുമ്പ് റോയൽ ഫാമിലിയിൽപ്പെട്ടവനായിരുന്നു യെശയ്യാവ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു യെശയ്യാവ്. അവൻ്റെ അങ്കിളാണ് ആ കാലയളവിലെ രാജാവായിരുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് രാജാവിൻ്റെ ബെഡ്റൂമിലേക്ക് അവന് ആക്സസ് ഉണ്ടായിരുന്നത്. സ്തോത്രം. രാജാവിൻ്റെ ബെഡ്റൂമിലേക്ക് കടന്നുപോയി 38-ാം അധ്യായം, ഹേ ഹിസ്കിയാവേ, നീ മരിച്ചു പോകുക, നീ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങത്തില്ല എന്ന് കൃത്യമായി തനിക്ക് പറയാൻ കഴിഞ്ഞത് അവൻ ആ റോയൽ ഫാമിലിയിൽപ്പെട്ടവനായതുകൊണ്ടാണ്. പക്ഷേ അവന് സ്തോത്രം അതെ റോയൽ ഫാമിലിയിൽ പെട്ടവനാണ്, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. പക്ഷേ ആത്മാവിന്റെ സാന്നിധ്യം തന്റെ മേൽ വന്നപ്പോൾ അവനിതാ സ്തോത്രം എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കുന്നു. ബ്യൂട്ടിഫുൾ. ആ വീട്ടിൽ, ആ കുടുംബത്തിൽ, ആ കുലത്തിൽ വേറെ ആരും ചെയ്യാത്ത ഒരു ശുശ്രൂഷ യെശയ്യാവിലൂടെ ദൈവം പുറത്തെടുക്കുകയാണ്.
കമാൺ, എൻ്റെ കുടുംബത്തിൽ ആദ്യത്തെ പാസ്റ്റർ ഞാനെന്ന് പറയാൻ, എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ പ്രവാചകി ഞാനെന്ന് പറയാൻ, എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ മിഷണറി ഞാനെന്ന് പറയാൻ ആരുടെ മേലെ ഒരു പൈനറിംഗ് സ്പിരിറ്റ് ഇന്ന് രാത്രി കർത്താവ് പകരുന്നു. ഹല്ലേലൂയ, ഇൻ ജീസസ് നെയിം. അങ്ങനെ യെശയ്യാവ് ജീവിച്ചത് 2700 years ബാക്ക്, 2700 വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അവൻ്റെ ആത്മാവ് യേശു കർത്താവിനോട് കൂടെ സഞ്ചരിച്ച് യഥേശമനത്ത് തുടങ്ങി ഗോൽഗോഥ വരെയുള്ളതായ കർത്താവിൻ്റെ പാഷൻ കണ്ട്, കർത്താവിൻ്റെ സഫറിങ്സ്, അവൻ്റെ സ്തോത്രം, വ്യഥയും വേദനയും കണ്ട് യെശയ്യാ പ്രവചനം 52:13 മുതൽ 53 വരെയുള്ള 15 വാക്യങ്ങൾ താൻ എഴുതുകയാണ്. സ്തോത്രം, അതൊരു പ്രവചന ഗീതമാണ്. നമ്മൾ കേൾക്കുക, ആവർത്തിച്ച് കേട്ടു. പ്രവചനം പറവാൻ കഴിയും, പ്രവചനം പാടുവാനും കഴിയും യേശുവിൻ്റെ നാമത്തിൽ. കമാൺ, ഈ ദിവസങ്ങളിൽ എക്സസൈസ് ചെയ്താട്ടെ, മീനിങ് ഈ ദിവസങ്ങളെ പ്രാപിച്ചാട്ടെ, അന്യഭാഷകളെ പാടിയിരുന്നാട്ടെ. ഐ ഗ്യാരണ്ടി യു, നിങ്ങളുടെ താളം മാറും, നിങ്ങളുടെ രാഗവും മാറും. ഞങ്ങളുടെ താളങ്ങളെയും ഞങ്ങളുടെ രാഗങ്ങളെയും മാറ്റും കർത്താവേ. ആരെങ്കിലും ആമയും പ്രാർത്ഥിക്കുക കൊള്ളാമായിരുന്നു. ഈ മുന്നിലിരിക്കുന്ന പിള്ളേർ തുടങ്ങി എല്ലാവരും ഞങ്ങളുടെ താളങ്ങളെ മാറ്റണമേ, ഞങ്ങളുടെ രാഗങ്ങളെ മാറ്റണമേ. മിരിയാം പാടിയതുപോലെ ചില സഹോദരിമാർ പാടട്ടെ. ഖമാൻ, മോശ പാടിയതുപോലെ, ഹിസ്കിയാ പാടിയതുപോലെ, ഹബക്കൂക്ക് പാടിയതുപോലെ, യെശയ്യാവ് പാടിയതുപോലെ, മറിയ പാടിയതുപോലെ പ്രോഫറ്റിക് സോങ് ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവത്തിന് ആത്മ ഇഷ്ടമുള്ളതുപോലെ ചലിക്കട്ടെ. യെസ്, ഈ ഹൗസിൽ, ഈ വീട്ടിൽ ദൈവത്തിന് ആത്മ ഇഷ്ടമുള്ള പോലെ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശത്രുവിന്റെ തുറിച്ച നോട്ടങ്ങളെ ശാസിക്കുന്നു. കമാൻ 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 കമാൻ, എല്ലാ നെഗറ്റീവ് സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ശാന്ത Yes, 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 yes. Yes, 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 yes. Yes, 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 yes. Aha, aha, aha. Hallelujah. Yes. Oh, Shatulina Bakasi. Shubinadamati. Hallelujah. Hallelujah. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കരമടിച്ച് 2 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 1 മിനിറ്റ് മുമ്പ് ആരാധിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവിൽ തെളിഞ്ഞ ഒരു ചിത്രം ഇതാണ്. ചാട്ടവാറിന്റെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ. ഓ, ആവശ്യമില്ലാത്ത എല്ലാത്തിനെ കർത്താപ്പച്ചൻ അടിച്ച് 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 ഓടിക്കട്ടെ. ആവശ്യമില്ലാത്ത എല്ലാത്തിനെ കർത്താവ് അടിച്ച് 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 ഓടിക്കട്ടെ. യെസ്, യെസ്, ഫ്രീഡം, ഫ്രീഡം ഇൻ ദിസ് പ്ലേസ്. Freedom in this place. Yes, yes, yes. എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ come on, come on. Freedom. Cleanse your temple. Cleanse your temple. എല്ലാ ഇടർച്ചകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ഇടർച്ചകൾ, എല്ലാ ഫ്ലഷ്, എല്ലാ സോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Come on, കരങ്ങളെ അടിച്ച് പരിശുദ്ധാത്മാവിന്റെ ചലനത്തിനെതിരെ, ആത്മാവിന്റെ ഓടിക്കുന്നതിനെതിരെ, ദൈവത്തിന്റെ കൃപയ്ക്കെതിരെ, ദൈവിക ചലനത്തിനെ വ്യാപരിക്കുന്ന സകല കെട്ടുകള്, എല്ലാ ആത്മീയ കാപട്യങ്ങള്, എല്ലാ വേഷം കെട്ടലുകള്, എല്ലാ മതങ്ങള്, എല്ലാ മാനസിക സംഘർഷത്തിന്റെ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. യെസ് ലോർഡ്, യെസ് ലോർഡ്. കയറ്റം കർത്താവേ, നാളത്തെ സഭായോഗമല്ല, ഇന്ന് രാത്രിയിലെ അതിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ. യെസ്,
15 വാക്യങ്ങൾ ഡബിൾ കൺഫർമേഷൻ ഉള്ളതായ പ്രവചന ഗീതം യെശയ്യാവ് പാടുകയാണ്. ഡബിൾ കൺഫർമേഷൻ മീനിങ് 2 പ്രാവശ്യം അത് സംഭവിക്കുന്നു. ഒന്ന്, അത് ലിറ്ററലി യേശു കർത്താവിലൂടെ അത് സംഭവിച്ചു കഴിഞ്ഞു, കൽവരി ക്രൂശിന്മേൽ സംഭവിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, യഹൂദന്റെ മാനസാന്തര സമയത്ത് അത് സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. യഹൂദൻ എക്സാക്ട്ലി ഈ 15 വാക്യം ആവർത്തിച്ച് പാടിയാണ് അവൻ മാനസാന്തരപ്പെടുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യഹൂദനാകട്ടെ യവനാകട്ടെ, അർത്ഥം യഹൂദനാകട്ടെ ജാതിയിൽപ്പെട്ടവനാകട്ടെ, അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നത് യേശുവിലൂടെ മാത്രമാണ്. കാരണം ഒറ്റ വാതിലേ ഉള്ളൂ. നോഹയുടെ പെട്ടകത്തിന് ഒറ്റ വാതിലേ ഉള്ളൂ എന്നതുപോലെ, കേട്ടില്ല, നോഹയുടെ പെട്ടകത്തിൽ ഒറ്റ വാതിലേ ഉള്ളതുപോലെ, ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വാതിലേ ഉള്ളതുപോലെ, നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വാതിലേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത കർത്താവ്. സ്തോത്രം. ഒറ്റ വാതിലുള്ളൂ. സോ അങ്ങനെ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ മെശിഹായിലേക്ക് അവർ തിരിയുന്നത് ഈ അധ്യായം പാടിയാണ്. 5 സ്റ്റാൻസിയാണ് ആദ്യത്തെ. സ്തോത്രം. ഓരോ 5 സ്റ്റാൻസ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റാൻസി എന്ന് പറയുന്നത് സ്തോത്രം അതെ എവിടെയാ 52-ാം അധ്യായം അതിൻ്റെ 13, 14, 15. സ്തോത്രം. am I right? അതെ, 53-ാം അധ്യായം 1 മുതൽ 3 വരെ രണ്ടാമത്തെ സ്റ്റാൻസ്, ദെൻ 4 മുതൽ 6 വരെ മൂന്നാമത്തെ സ്റ്റാൻസ, 7 മുതൽ 9 വരെ നാലാമത്തെ സ്റ്റാൻസ, 10 മുതൽ 12 വരെ 5-ാമത്തെ സ്റ്റാൻസ. സ്തോത്രം. ഈ 5 സ്റ്റാൻസകളുടെ ആദ്യത്തെ ലൈനാണ് അതിൻ്റെ ഹെഡിങ് ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ സ്തോത്രം നിൽക്കുന്നത് അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസിയെ കുറിച്ച് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അരമണിക്കൂർ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു. കൂടുതൽ അല്പം പോലും എനിക്ക് നിങ്ങളുടെ ടൈം എടുക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. സ്തോത്രം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. യെശയ്യാ പ്രവചനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അതേ സമയത്ത് ഈ സ്റ്റാൻസിയുടെ പ്രത്യേകത എന്താണ് നോക്ക്. ഒന്നാമത്തെ സ്റ്റാൻസി ആയിട്ടുള്ള 52-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, 52-ാം അധ്യായം സ്തോത്രം അത് വായിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസ ഇൻട്രഡക്ഷനാണ്. സ്തോത്രം. സഫിൻ സേവറിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷനാണ്. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് 52-ന്റെ 13, 14 അടുത്ത വാക്യം കൂടെ നിങ്ങൾ വായിക്കുമ്പോൾ ഇൻട്രഡക്ഷനാണ്. തൻ്റെ ദാസനെ സ്തോത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്റ്റാൻസ ദാസന്റെ, അതായത് മെശിഹായുടെ റിജക്ഷനാണ്, തിരസ്കരണമാണ്. മൂന്നാമത്തെ സ്റ്റാൻസ സബ്സ്റ്റിറ്റ്യൂഷൻ, അതെ എനിക്ക് പകരമായിട്ട് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ മരിച്ചു, സബ്സ്റ്റിറ്റ്യൂഷനാണ്. നാലാമത് റിയാക്ഷനാണ്, യേശു കർത്താവിൻ്റെ പ്രതികരണമാണ്. യേശുവിൻ്റെ പ്രതികരണം സ്തോത്രം മിക്കവാറും സൈലൻസ് ആയിരുന്നു എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. രോമൻ കത്തിക്ക് നടുവിൽ മിണ്ടാതിരിക്കുന്നു കുഞ്ഞാടിനെ പോലെ ആവശ്യമില്ലാത്ത ഇടത്തെ കർത്താവ് സംസാരിച്ചില്ല. ആ സൈലന്റ് നഷ്ടമല്ല. ശബ്ദം ഉയർത്തി ആരെയും ആമേൻ പറഞ്ഞാട്ടെ. ചിലയിടങ്ങളിൽ ദൈവം നമ്മെ മൗനമായി ഇരുത്തട്ടെ. ഓ കമാൺ. ചില ഇടങ്ങളിൽ ദൈവം നമ്മെ മൗനമായി ഇരുത്തട്ടെ. ചില ഇടങ്ങളിൽ ദൈവം നമ്മളെ ചില ഇടങ്ങളിൽ കർത്താവ് നമ്മളെ ഡിസപ്പിയർ ചെയ്യിപ്പിക്കട്ടെ. ഒരിക്കലും ചില ഇടങ്ങളിൽ കർത്താവ് നമ്മളെ ഡിസപ്പിയർ ചെയ്യിപ്പിക്കട്ടെ. വായി എന്നാൽ മാത്രമേ അവന് നമുക്ക് വേണ്ടി അപ്പിയർ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഞാനിങ്ങനെ പറയട്ടെ, കടൽ പിന്നിലേക്ക് വലിയുന്നത് കാണുമ്പോൾ ആ പഞ്ചായത്തിൽ നിന്ന് ഓടിക്കൊള്ളണം. കടൽ പിന്നിലേക്ക് വലിയുന്നത് കാണുമ്പോൾ ആ പഞ്ചായത്തിൽ നിന്ന് ഓടിക്കണം. വായ്, കാരണം സുനാമിയാണ് അടുത്ത് കയറി വരുവാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ചിലപ്പോൾ ചില ബന്ധുക്കളുടെ നടുവിൽ, സ്വന്തക്കാരുടെ നടുവിലൊക്കെ ദൈവം നിങ്ങളെ മൗനമായി ഇരുത്തുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? ആൾ മാറിയവനെ പോലെ, ആൾ മാറിയവളെ പോലെ അടുത്തൊരു ലെവലിൽ കർത്താവിനെ നിന്നെ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. സാധാരണ യേശുവിന്റെ റിയാക്ഷൻ, കർത്താവിന്റെ റിയാക്ഷൻ, രോമൻ കത്തിക്ക് നടുവിൽ മിണ്ടാതിരിക്കുന്നു കുഞ്ഞാടിനെ പോലെ 7-ാം വാക്യം പറയുന്നു, അവൻ മൗനമായിരുന്നു. അവനെ മൗനമായി ഇരുന്നത് കൊണ്ടാണ് കല്ലറ തുറന്നത്. അവൻ മൗനമായി ഇരുന്നത് കൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത് യേശുവിന്റെ നാമത്തിൽ. കാരണം അവനെ അല്ല പ്രസന്റ് ചെയ്തത്, പിതാവായ ദൈവം അവനെ പ്രസന്റ് ചെയ്തത്. ഓ ഗാഡ്, ആര് കേട്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ പ്രസന്റ് ചെയ്യല്ല. ഞാൻ എന്നെ പ്രസന്റ് ചെയ്താൽ ഞാൻ തോറ്റുപോകും. ഓ
നിങ്ങളെ തന്നെ ഉയർത്താൻ നിന്നാൽ, ഞാൻ എന്നെ തന്നെ ഉയർത്താൻ നിന്നാൽ നമ്മൾ തോറ്റുപോകും. ഒത്തിരി പേര് തോറ്റിട്ടുണ്ട് അങ്ങനെ. പക്ഷേ പകരം യേശുവിന്റെ നാമത്തിൽ നമ്മളെ നിന്നു കൊടുത്താൽ മതി. ഡിസപ്പിയർ ആയി അപ്പച്ചന്റെ അവനെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവം തെളിയിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തട്ടെ. സോ ഇറ്റ് വാസ് എ റിയാക്ഷൻ. ഫൈനലി 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് എ റിസറക്ഷൻ സ്റ്റാൻസിയാണ്. ആ റിസറക്ഷൻ സ്റ്റാൻസ് യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് സ്തോത്രം പറഞ്ഞത്. ഞാനിതിന് അതെ സ്തോത്രം ഇങ്ങനെ ഒരു ഹെഡിങ് ഇടട്ടെ. ഐ സറണ്ടർ ഓൾ. ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. ഐ സറണ്ടർ ഓൾ. നമ്മൾ കൂടെ പാടാറുണ്ട് ഐ സറണ്ടർ ഓൾ. ഇംഗ്ലീഷ് സർവീസിന് സ്ഥിരം വന്ന് ഞാൻ പാടാറുണ്ട് ഐ സറണ്ടർ ഓൾ. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആണ് സറണ്ടർ. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആണ് സറണ്ടർ. നിങ്ങൾക്കറിയാം 12 ബോഡി ലാംഗ്വേജ് ആരാധനയ്ക്കുണ്ട്. ആരാധനയ്ക്ക് 12 ശരീരഭാഷയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കമാണ് ഒരിക്കൽ കൂടെ നന്നായി കേൾക്കട്ടെ. ശരീരം കൊണ്ട് ദൈവത്തെ. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കെട്ടില്ല. പാട്, ഞാൻ കേൾക്കാം. നീ കെട്ടില്ല. തിരുവചനം പറയുന്നു കരങ്ങളെ അടിക്കണം. കരങ്ങളെ അടിച്ച് ദുഷ്ടനെ പുറത്താൻ. അതൊരു ശരീരഭാഷയാണ്. കരങ്ങളെ മലർത്തണം, കരങ്ങളെ ഉയർത്തണം, അതെ നിലത്ത് ചവിട്ടണം, നൃത്തം ചെയ്യണം, യെസ് ഘോഷിക്കണം, ഘോഷിക്കണം. അതിൻ്റെ അർത്ഥം മറ്റോ കയറി ചുറ്റിക്കിടക്കുക, മറ്റോ കയറി കയ്യിൽ ചുറ്റിയിടുക. പക്ഷെ ഇന്ന് രാത്രി നല്ല തീയുണ്ട്, അതിൽ കുടഞ്ഞു കളഞ്ഞാട്ടെ. അല്പം പോലും മടി കൂടാതെ പറയട്ടെ, നിങ്ങൾ കരങ്ങൾ അടിച്ച് ആരാധിക്കണമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം എഴുതിയിട്ടുണ്ട് നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്ന്. ശിവന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ആരാധിക്കണം എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതാണ് നൃത്തത്തോടെ ആരാധന. ഈ ലൂസിഫർ വീണപ്പോൾ അവൻ വീണതായ അവനോടൊപ്പം വീണുപോയതായ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നൃത്തം, അതിലൊന്നാണ് സംഗീതം. ലൂസിഫർ വീണപ്പോൾ ആക്ച്വലി നൃത്തം ദൈവത്തിൻ്റെ വകയാണ്. പക്ഷേ പിശാച് തൻ്റെതായ വഴിക്ക് വേണ്ടി അതിനെ കൊണ്ടുപോയി. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ അന്ത്യകാലത്ത് സഭ തിരിച്ചു പിടിക്കട്ടെ. സാത്താൻ കൊണ്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ ഒന്ന് കൊടുത്തില്ല. അതിലൊന്നാണ് കൊമ്പ്, ഷഫാർ. കൊമ്പിന്റെ സ്തോത്രം ശബ്ദം. കൊമ്പിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. കമോൺ, ഷഫാർ. യെസ്, അത് മാത്രം കർത്താവ് കൊടുത്തില്ല. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടിന്റെ കൊമ്പ്. ഓ കമോൺ, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം വേദപുസ്തകം പറയുന്നു, കൊമ്പ് ഊതി, കാഹളം. അവിടെ എഴുതിയിരിക്കുന്നത് ഷോഫാർ, കൊമ്പൂതി അവർ ആർപ്പെട്ടപ്പോൾ യെരിഹോവിന്റെ മതിൽ വീണ്. ഏത് പട്ടണത്തിനും വിട്ടുതരത്തിലടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയിരിക്കുന്ന അവന്റെ കോട്ടകളെ ആർക്കും തിരിച്ചു പണിവാൻ കഴിയാതെ ഉടച്ചു കളവാൻ ശക്തിയുള്ളതാണ് ആട്ടിൻ കൊമ്പിലൂടെ ഊതുന്ന ശബ്ദം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. അതെ,
മെസ്സിഹായുടെ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് ഈ 10, 11, 12 അധ്യായങ്ങൾ പറയുന്നത്. ഞാൻ സമർപ്പിക്കുന്നു. സ്തോത്രം. ഐ സറണ്ടർ ഓൾ. സമർപ്പണമുണ്ടോ അവിടെ ജയമുണ്ടോ? ഞാൻ പറഞ്ഞത് മോശ തൻ്റെ 2 കരങ്ങളെ ഉയർത്തിയപ്പോൾ, അല്ലെങ്കിൽ മോശയുടെ കരം ഉയർത്തിയപ്പോൾ സമർപ്പണത്തിൻ്റെ അടയാളമാണ് കൈ ഉയർത്തുന്നത്. ഒരിക്കൽ കൂടെ, സമർപ്പണത്തിൻ്റെ അടയാളമാണ് കരങ്ങൾ ഉയർത്തുന്നത്. ഒരു അഹരോൻ മാത്രമൊന്നും, അല്ലെങ്കിൽ ഒരു ഹൂരും ഒന്നൊന്നല്ല. അർത്ഥം ഞാൻ പറയട്ടെ, സ്തോത്രം. നിങ്ങൾ ഒരു കൈയല്ല ഉയർത്തേണ്ടത്. നിങ്ങൾ വൈകല്യമുള്ളവരല്ല. കമാൺ. ചില ചർച്ചസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ചിലരുടെ ആരാധന കാണുമ്പോൾ തന്നെ ആത്മീയ വൈകല്യം പ്രകടമായി കാണാൻ പറ്റും. നിങ്ങളെങ്ങനെയാണ് ആരാധിക്കുന്നത് നോക്കിയാൽ മതി, നിങ്ങൾ വൈകല്യം ഉള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന് കാണുവാൻ കഴിയും. കേട്ടവർ ആമേൻ പറഞ്ഞേ. നിങ്ങൾ ആത്മാവിൽ വൈകല്യം ഉള്ളവരാണെങ്കിൽ അത് നിങ്ങളുടെ ആരാധനയോടുകൂടെ വെളിപ്പെടും. സ്തോത്രം. എന്നാൽ മോശയുടെ 2 കരങ്ങൾ ഉയർത്തി. കൈ ഉയർത്തുന്നത് ജയത്തിന്റെ അടയാളമാണ്. പുറപ്പാട് 17. പർവ്വതത്തിൽ കൈ ഉയർത്തി താഴ്വരയിൽ ജനം ജയിച്ചു. ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു കരങ്ങൾ വിരിച്ചു, അവൻ ജയിച്ചു യേശുവിൻ നാമത്തിൽ. സമർപ്പണ. യശയ്യാപ്രവചനം 53 അധ്യായം 10 വാക്യം നമുക്ക് വായിച്ചു തുടങ്ങാമേ. സ്തോത്രം. നിർത്തേണ്ട നേരമായപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. സ്തോത്രം. അതിൽ ഒരു സെൻറ്റൻസ് മാത്രം അതിശക്തമായിട്ട് സ്തോത്രം അത് കൃത്യമായി നമുക്ക് സ്തോത്രം ധ്യാനിച്ചു പോകുക. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അത് തുടങ്ങിയത്, ഈ ഗാനം ആരംഭിച്ചത് ഒരു ദുഃഖഗാനം പോലെ, ഒരു ശോകഗാനം എന്നതുപോലെയാണ് ആരംഭിച്ചത്. പക്ഷേ ഈ വാക്യത്തോടെ കാര്യങ്ങൾ വ്യത്യാസപ്പെടുകയാണ്. ഈ വാക്യത്തോടെ അതിൻ്റെ റിസൾട്ട് ദൈവകൃപയാൽ സ്തോത്രം അതിൻ്റെ റിസൾട്ട് വെളിപ്പെടുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു സെർവൻറ്റിനെ, ഒരു ദാസനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തുകൊണ്ടാണ് പിതാവായ ദൈവം യേശു കർത്താവിനെ തകർത്ത് കളവാൻ എന്ന് യെശയ്യാവ് പറയുന്നത്? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശു ക്രൂശിന്മേൽ തകർന്ന് നിൽക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ ആരംഭവാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ രൂപഗുണം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ഞാനൊരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ, രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. കാരണം ക്രൂശിന്മേൽ വെച്ച് അവൻ തകർന്നു പോയി. അതിന് മുൻപ് അവന് രൂപഗുണം ഉണ്ടായിരുന്നു. അതിന് മുൻപ് അവൻ സൗന്ദര്യവാൻ തന്നെയായിരുന്നു. ഉത്തമഗീതം 2:1 വായിക്കുമ്പോൾ ശാരോനിലെ പനിനീർ പുഷ്പം, അടുത്ത സെന്റൻസ് പറഞ്ഞേ, താഴ്വരയിലെ താമരപ്പൂ. സ്തോത്രം. അതെ, ശാരോനിലെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമരപ്പൂ. സൗന്ദര്യമുള്ളവനായിരുന്നു കർത്താവ്. ഉത്തമഗീതം 5:10 പറയുന്നു, ഗോഡ് ആൾടുഗെദർ ഉത്തമഗീതം 5:10 പറയുന്നു, അവൻ 10,000 അതിസുന്ദരനായിരുന്നു. 10,000 അതിസുന്ദരനായ കർത്താവ്. 10,000 പേരുടെ സൗന്ദര്യത്തെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ യേശു കർത്താവിൻ്റെ സൗന്ദര്യത്തിൻ്റെ 4,000 എത്തുകയില്ല. ജോസീഫസ് എഴുതിയ കത്ത്, അല്ല പീലാത്തോസ് എഴുതിയ കത്ത് എന്ന് പറയുന്ന ഒരു ചരിത്രം അംഗീകരിച്ച ഒരു ലേഖനമുണ്ട്. ചരിത്രം അംഗീകരിച്ച ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പീലാത്തോസ് ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ആൾക്കൂട്ടത്തോട് പ്രസംഗിക്കുന്ന യേശുവിനെ കണ്ടു. പിന്നെയും തിരിഞ്ഞു നോക്കി പീലാത്തോസ് കടന്നുപോയി. കാരണം പീലാത്തോസ് എന്ന റോമൻ ഗവർണർ വന്നത് ഇറ്റലിയിൽ നിന്നാണ്, റോമിൽ നിന്നാണ്. പക്ഷെ ഇത്ര ദീർഘദൂരം യൂറോപ്പിൽ നിന്ന് കടന്നു വന്ന് ഏഷ്യയിൽ വന്ന് പാർക്കുന്നതായ പീലാത്തോസ്, യൂറോപ്യൻസ് ആകട്ടെ ഏഷ്യക്കാരാകട്ടെ ഇത്രയും സൗന്ദര്യമുള്ള ഒരുവനെ കണ്ടിട്ടേ ഇല്ല. പീലാത്തോസ് പറഞ്ഞു, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സൗന്ദര്യമുള്ള ആരാ എന്നറിവാൻ വേണ്ടി അവൻ തിരിഞ്ഞു നോക്കി കൂടെ ഉള്ളവരോട് ചോദിച്ചു, ഹൂ ഈസ് ദിസ് പേഴ്സൺ? ഇവൻ ആരാണ്? ഉടനെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്രകാരം പറഞ്ഞു, ഇവൻ നസ്രയനായ യേശു, നസ്രയത്തിൽ നിന്നുള്ള ഒരു സ്തോത്രം പ്രവാചകനാണ് എന്ന് യേശു കർത്താവിനെ കുറിച്ച് പറയുകയുണ്ടായി. അർത്ഥം, ഒരു ഗവർണറുടെ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റണമെങ്കിൽ അവൻ അത്രയും സൗന്ദര്യമുള്ളവനായിരുന്നു.
സ്തോത്രം. അതെ, ഒരു ഡീപ്പ് ബ്രൗണിഷ് കളറായിരുന്നു യേശു കർത്താവിൻ്റെ സ്തോത്രം തലമുടി. ഒരു ഡീപ്പ് ബ്രൗണിഷ് കളർ എന്നതുപോലെ അതായിരുന്നു യേശുവിൻ്റെ തലമുടി. അത് തോള് വരെ മിക്കവാറും ഇങ്ങനെ ചുരുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയി കിടന്നു. എൻ്റെ നാവുകളെ കുറിച്ച് പറയാൻ സ്തോത്രം വാക്കുകളില്ലെന്ന് ജോസിഫസ് പറയുന്നു. ഉയർന്ന നെറ്റി ഉണ്ടായിരുന്നു, നീണ്ട മൂക്കായിരുന്നു. സ്തോത്രം, അതായിരുന്നു യേശു. ഹേ, കോവളം എന്തോ ഭംഗിയാണ്, നൈനിത്താൾ എന്തോ ഭംഗിയാണ്, ഊട്ടി എത്ര ഭംഗിയാണ്, അതുപോലെ സ്തോത്രം അതെ കൊടൈക്കനാൽ എത്ര ഭംഗിയാണ്. ആകാശത്തിനും ഭൂമിക്കും താഴ്വരയ്ക്കും മലയ്ക്കും തിരമാലകൾക്കും ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ഇവയെ വാക്കുകളാൽ ചമച്ച കർത്താവ് എത്ര വലിയ സൗന്ദര്യമുള്ളവനാണ്. സോ പാട്ടുകാരൻ പറയുന്നു, വർണ്ണിപ്പാൻ എനിക്ക് എൻ്റെ നാവ് പോരായേ. സോ അവന്റെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലും അതാണ്. എത്ര പറഞ്ഞാലും വർണ്ണിപ്പാൻ കഴിയത്തില്ല, അത്ര സൗന്ദര്യമുള്ളവനാണ് കർത്താവ്. 50-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നു, ഗോഡ് ഓൾ ടുഗദർ ബ്യൂട്ടിഫുൾ. ദൈവം സർവാംഗ സുന്ദരനാണ്. ദൈവം സുന്ദരനാണ്. ദൈവത്തിന്റെ പ്രതിഫലമായിട്ടാണ്, അല്ലെങ്കിൽ പ്രതിഫലനം, ദാറ്റ് മീൻസ് കർത്താവിന്റെ ഇമേജ് ആയിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. കൊലോസ്യർ 1:3 അങ്ങനെ പറയുന്നു, ഹി വാസ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിന്റെ പ്രതിഫലനമായിട്ടാണ് യേശു ഈ ലോകത്തിൽ വന്നത്. സോ സ്വർഗത്തിലെ ദൈവത്തിന് പിതാവായ ദൈവം സൗന്ദര്യവാനാണ്. സോ അതേ സൗന്ദര്യം യേശു കർത്താവിൽ ഉണ്ടായിരുന്നു. സോ സൗന്ദര്യത്തിന്റെ അങ്ങേ അറ്റത്തായിരുന്നു യേശു. പക്ഷേ ശ്രദ്ധയ്ക്ക് അടുത്ത സെന്റൻസ്, സൗന്ദര്യത്തിന്റെ അങ്ങേ അറ്റത്തിരുന്ന കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ തകർച്ചയുടെ ഇങ്ങേ അറ്റത്തായി തീർന്നു. അവന് രൂപഗുണമില്ല. അവനെ തകർത്തകൾ അവനെ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ പദമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവന് രൂപഗുണമില്ല. എപ്പോഴാണ് മനുഷ്യന് രൂപഗുണം ഇല്ലാത്തതാകുന്നത്? 52-ാം അധ്യായം അതിൻ്റെ 13 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ആ ഭാഗം കാണുവാൻ തക്കോണം കഴിയും. എൻ്റെ ദാസൻ അവനെ നോക്ക് 14-ാം വാക്യം, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കും കൊണ്ട് അവനെ പലരും അവനെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. സോ ഒരു വശത്ത് അങ്ങേ അറ്റത്തെ സൗന്ദര്യത്തിനായിരുന്ന കർത്താവ് ഇപ്പോൾ വിരൂപനായി തീർന്നു. അവൻ വിരൂപനായത് എപ്പോഴാണ്? പിതാവായ ദൈവം അവനെ തകർത്ത് കളഞ്ഞപ്പോൾ. ഞാൻ പറയട്ടെ, ഈ വിരൂപമായിരിക്കൊണ്ട് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? വിരൂപൻ സ്തോത്രം ഡിക്ഷണറികൾ ഞാൻ പരിധി നോക്കുമ്പോൾ, വേദപുസ്തകത്തിൻ്റെ പണ്ഡിതന്മാർ തിയോളജിയന്മാരുടെ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് സ്തോത്രം അത് എനിക്ക് കാണുവാൻ തക്കോണം കഴിഞ്ഞത്. ജീസൻ കേട്ടിട്ടില്ലായിരിക്കും, കേൾക്കണം. സ്തോത്രം അതെ, യേശു കർത്താവിനെ ഗദശമനികളിൽ നിന്ന് പിടിച്ചു. പിന്നെ അവിടെ മുതൽ അങ്ങ് അവൻ്റെ പീഡ ആരംഭിക്കുകയാണ്. അന്ന് രാത്രി അതിരാവിലെ 2 മണിയായപ്പോൾ കയ്യഫാവിൻ്റെ മുൻപിൽ യേശു കർത്താവിനെ പ്രസന്റ് ചെയ്തു. കയ്യഫാവിൻ്റെ കൊട്ടാരത്തിൽ സ്തോത്രമുള്ള ട്രെഞ്ചിൽ നിന്ന് വലിച്ചു കയറ്റി കയ്യഫാവിൻ്റെ മുൻപിൽ നിർത്തുമ്പോൾ 2 തോളും പൊട്ടി, രക്തം ഓൾറെഡി സ്റ്റാർട്ടഡ്, രക്തം ഇതാ ഒഴുകുവാൻ തുടങ്ങി. കയ്യഫാവിൻ്റെ മുൻപിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ താടി രോമങ്ങളെ വലിച്ചു പിടിച്ച് തല്ലാൻ തുടങ്ങി. ആർക്കോ വേണ്ടിയല്ല, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി. നിന്റെ ലൈഫ് പൊളിഞ്ഞു പോകാതിരിപ്പ, നിന്റെ ജീവിതം പണിയപ്പെടുക. എന്നിട്ട് സ്തോത്രം അതെ, നിങ്ങൾക്കറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് അതിനെ കൊണ്ടുപോയി ചാട്ടവാർ കൊണ്ട് അടിച്ചു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ദൈവസ്നേഹം കുറയുന്നു തോന്നുമ്പോൾ അതെടുത്ത് വെച്ച് കാണണം, കുടുംബമായിട്ട് കാണാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്. വേദപുസ്തകത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ചിത്രമാണ് അത്, ചലച്ചിത്രമാണ്. എൻ്റെ സെക്കൻഡ് പാർട്ട് റിസറക്ഷൻ. സ്തോത്രം മെൽ ഗിബ്സൺ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ചർച്ചിന് സ്വാധീനമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള ആത്മനിറവുള്ള ദൈവമക്കൾ ദൈവകൃപയാൽ ഉണ്ടാകണം. അന്യഭാഷ പറയുന്നതായ സിനിമാ സംവിധായകർ മലയാള സിനിമയിൽ ദൈവകൃപയാൽ ഉണ്ടാകണം. എന്നിട്ട് ഇലുമിനാറ്റിയം ഉണ്ടാക്കിയിട്ട് ഗോസ്പൽ മൂവീസ് ദൈവകൃപയാൽ പുറത്തെടുക്കണം. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. എന്നിട്ട് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം സ്തോത്രം എങ്ങനെ ആൾക്കാരെ കൊല്ലുന്നു എന്നല്ല, എങ്ങനെ ആൾക്കാരെ നന്നാക്കാമെന്ന്. ഹല്ലേലൂയ. കാരണം ഏതൊക്കെയോ മൂവീസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും സ്തോത്രം മറ്റേ ചെറുക്കൻ്റെ ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ല.
മറ്റേ പെണ്ണിനെ ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നില്ല. സോൺ കമോൺ, റോങ് സന്ദേശങ്ങളല്ല സ്തോത്രം കൊടുക്കേണ്ടത്, റൈറ്റ്. ഇതുവരെ ചർച്ചിന് സ്വാധീനമില്ലാത്ത കിങ്ഡം, ദൈവരാജ്യം, ദൈവസഭ ഇതുവരെ കൈവച്ചിട്ടില്ലാത്ത മേഖലകളിൽ ഈ അന്ത്യകാലത്ത് ദൈവകൃപയാൽ യങ്സ്റ്റേഴ്സ്, ടാലന്റഡ് ആയിട്ടുള്ള, അനോയിന്റഡ് ആയിട്ടുള്ള ദൈവത്തിൻ കൃപയാൽ എഴുന്നേൽക്കണം. കീഴടക്കിയിട്ടില്ലാത്ത സകല കൊടുമുടികളെ ദൈവസഭ ഈ സമയത്ത് ഈ തലമുറയിൽ കീഴടക്കണം. അത് സംഭവിക്കാം. നിങ്ങൾക്കറിയാമോ, ഡോൺ മോയിൻ ഉൾപ്പെടെയുള്ളതായ സ്തോത്രം, God will make a way. God is good all the time. ഈ ദൈവദാസൻ ഇന്ന് അദ്ദേഹത്തിന് ക്ലോസ് ടു 70 years മറ്റോ പ്രായം ഉണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭം എങ്ങനെയെന്ന് അറിയോ? ഒരു 30 വയസ്സൊക്കെ തനിക്ക് പ്രായം ഉണ്ടായിരുന്നപ്പോൾ, ഓൾമോസ്റ്റ് ഒരു 40 വർഷം മുമ്പ്, അന്ന് USSR ഉണ്ടായിരുന്നു, അയൺ കർട്ടൻ, USSR. അവിടെ പോയി സുവിശേഷം പറയാൻ തക്കണം കഴിയാത്തില്ല, സ്തോത്രം. പക്ഷേ അന്ന് അവര് അല്പം മുടി അങ്ങ് നീട്ടി വളർത്തും. എന്തിനു വേണ്ടി? ഹിപ്പി എന്ന് കാണിക്കാൻ. ഹിപ്പി മൂവ്മെന്റ് എന്ന് നടക്കുകയാണ്. അല്പം മുടി നീട്ടി വളർത്തി ഹിപ്പി എന്ന് കാണിക്കാൻ വേണ്ടി സ്തോത്രം അങ്ങ് മുടി നീട്ടി വളർത്തി USSR-ൽ എവിടെയായി, മോസ്കോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവരെ മ്യൂസിക് കോൺസെർട്ട് വെക്കും. ആദ്യം പാടുന്ന സെക്കുലർ, സ്തോത്രം, ചീത്ത വിളിക്കാത്തതായ നല്ല പാട്ടുകൾ, ക്ലീൻ ആയിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത്. പക്ഷേ അതിൻ്റെ പകുതി കഴിയുമ്പോഴേക്കും അങ്ങോട്ട് ഹിംസ് പാടാൻ തുടങ്ങാം. അതിൻ്റെ ഹിംസ് പാടി തുടങ്ങുമ്പോഴേക്കും സ്തോത്രം ആ സർവീസിൻ്റെ, അല്ലെങ്കിൽ അതൊരു സർവീസാണ് ആക്ച്വലി, അതിൻ്റെ ഒരു 75% ആകുമ്പോഴേക്കും ആ കൂടി വരുന്ന 10,000 പേര് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ഉയർത്തി അവരും സ്തോത്രം ചേർന്ന് പാടും, ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. മീനിങ്, ദൈവകൃപയാൽ ഈ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല പാട്ടുകാർ ദൈവസഭയിലാകട്ടെ. സെക്കുലർ ഗായകരെക്കാൾ നല്ല ഗായകർ, സെക്കുലർ ടാലന്റ് ഉള്ളവരെക്കാൾ നല്ലവർ ദൈവസഭയിൽ നിന്ന് ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. കാരണം കർത്താവ് നിന്നെ പൊളിക്കുന്നവനല്ല, ബന്ധങ്ങളെ പണിക്കുന്നവനാണ്. പിലാത്തോസിന്റെ അരമനയിൽ യേശു കർത്താവിനെ കൊണ്ടുപോയി വാർ കൊണ്ട് അടിച്ചത് നിമിത്തം പുറം മാത്രമല്ല, സ്തോത്രം, തകർക്കപ്പെട്ടവന്റെ പൃഷ്ഠഭാഗം ഇല്ലാതെ മുഴുവൻ പൊളിഞ്ഞു പോയി. ഒറിജിനൽ ടെക്സ്റ്റ് എങ്ങനെയാ പറയുന്നത്? പക്ഷെ അത്രയും പൊളഞ്ഞിട്ട് അവൻ്റെ വായിൽ പരാതിയില്ലായിരുന്നു. ഓ, കൃപ തരുവപ്പ. അത്രയും പൊളഞ്ഞിട്ട് നമ്മളാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ, പക്ഷെ അവൻ്റെ വായിൽ പരാതിയില്ലായിരുന്നു. ഒരുവനെ അടിക്കുമ്പോൾ 3/4 കിലോമീറ്റർ അപ്പുറം വരെ അലച്ചുകൂവി നിലവിളിക്കുന്ന ശബ്ദം കേൾക്ക്, പക്ഷേ അവൻ നിലവിളിച്ചില്ല. രൂപഗുണമില്ലാത്തവനായി എന്നാണ് സ്തോത്രം ആ വാക്യത്തിൽ നമ്മൾ കണ്ടത്. രൂപഗുണം അല്ല, ഇങ്ങനെയാണ് കുറച്ചുകൂടെ വ്യക്തമായി തിയോളജിയൻസ് പറയുന്നത്. എൻ്റെ ഒരു ചെവി പാടെ പറഞ്ഞു പോയി. ഒരു ചെവി, നിങ്ങൾ കേട്ടോ, ഒരു ചെവി, യേശുപ്പച്ചന്റെ ഒരു ചെവി പാടെ പറഞ്ഞു പോയി. അവന്റെ മൂക്കിന്റെ ഈ സോഫ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് മുഴുവൻ സ്തോത്രം പറഞ്ഞു പോയി. രൂപഗുണം നഷ്ടപ്പെട്ട് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് നിരൂപമായിരിക്കൊണ്ട് അവനെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. സോ പത്രോസ് പറയും, അയ്യോ ഇതാണോ എൻ്റെ കർത്താവ്? യോഹന്നാൻ, യാക്കോബ്, 12 ശിഷ്യന്മാർ പറയും, അയ്യോ എന്തോ എക്സ്ട്രീം സൗന്ദര്യമായിരുന്നു. അങ്ങേ അറ്റത്തെ സൗന്ദര്യത്തിൽ നിറയപ്പെട്ടവൻ ഇങ്ങേ അറ്റത്ത് തകർക്കപ്പെട്ടു. അങ്ങേ അറ്റത്ത് സൗന്ദര്യത്തിൽ നിറയപ്പെട്ടവൻ ഇങ്ങേ അറ്റത്ത് അവൻ തകർക്കപ്പെട്ടത്. ദൂതിതാണ്, എന്തൊക്കെ വന്നാലും നീ പൊളിയാതെ ഇരിപ്പാൻ. എന്തൊക്കെ വന്നാലും നീ പൊളിയാതിരിപ്പ്. സോ മാനസികമായി ഗതശമനയിൽ യേശു കർത്താവ് തകർക്കപ്പെട്ടു. മാനസികമായി അവൻ തകർന്നത് ഗതശമനയിലാണ്. നമുക്കറിയാം, സ്തോത്രം, അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളി പോലെയായി. ശാരീരികമായി കർത്താവ് തകർക്കപ്പെട്ടത് സ്തോത്രം, അത് വിപ്പിംഗ് പോസ്റ്റിൽ അവനെ വാർ കൊണ്ടടിക്കുമ്പോഴും അവൻ ക്രൂശിന്മേലാണ്. പക്ഷെ മാനസികമായി തകർക്കപ്പെട്ടപ്പോഴും ശാരീരികമായി തകർക്കപ്പെട്ടപ്പോഴും സ്തോത്രം യേശു കർത്താവിൽ കാണുവാൻ കഴിയുന്നത് സബ്മിഷൻ, സമർപ്പണം. സമർപ്പണം. രാത്രി ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യേ, ക്യാൻ യു ഡു ദാറ്റ്? സമർപ്പണം. വേദനയാണ്, പക്ഷെ അവിടെയും സമർപ്പിക്കാൻ പറ്റുമോ? വേദനയാണ്, സമർപ്പിക്കാൻ പറ്റുമോ? നിനക്ക് ഇഷ്ടമില്ലാത്തതാണ്, പക്ഷെ സമർപ്പിക്കാൻ പറ്റുമോ?
നീ പ്രാർത്ഥിച്ചതുപോലെയല്ല പലതും നടക്കുന്നത്, പക്ഷെ സമർപ്പിക്കാൻ പറ്റുമോ? നീ ആഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങൾ പലതും വന്നെത്തിയത്, പക്ഷെ അവിടെയും സമർപ്പിക്കാൻ പറ്റുമോ? അവിടെ വാടച്ച് മൗനമായിരിക്കാൻ പറ്റുമോ? ഓ പോയി. അവിടെ വാടച്ച് മൗനമായിരിക്കാൻ പറ്റുമോ? അവിടെ പിറുപിറുക്കാതെ മൗനമായിരിക്കാൻ പറ്റുമോ? അവിടെ പരാതി പറയാതെ അതെ മൗനമായിരിക്കാൻ പറ്റുമോ? ആ അടഞ്ഞ വാതിലിന്റെ മുൻപിലും ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമോ? കമോൺ, ആ അടഞ്ഞ വാതിലിന്റെ മുൻപിലും സ്തോത്രം പറയാൻ പറ്റുമോ? ആ എല്ലാ പരാതി പറച്ചിലും പിറുപിറുപ്പ് മാറ്റിവെച്ച് ദൈവം ചെയ്ത നന്മകൾക്കായി, ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നതിനായി ഹല്ലേലൂയ, നന്ദിയില്ലാത്ത കഠിന ഹൃദയങ്ങളെ വിട്ടുമാറി ദൈവത്തിന് വേണ്ടി സ്തോത്രം പറഞ്ഞിരിക്കാൻ കഴിയോ? സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം. യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. അതൊരു യാഗമായിരുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 1 മുതൽ താഴേക്ക്. ഹീബ്രൂസ് ചാപ്റ്റർ 10, എബ്രായ ലേഖനം 10-ാം അധ്യായം 1 മുതൽ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടതവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗത്താൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ വരുന്നു. 4-ാം വാക്യം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല. പഴയ നിയമത്തിൽ സ്തോത്രം കാളകളെ യാഗം കഴിപ്പാൻ ദൈവം പറഞ്ഞു, ആട്ടുകൊറ്റന്മാരെ യാഗം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ സമാഗമന കൂടാരത്തിന്റെ യാഗപീഠത്തിൽ നോക്കിയാൽ നിറയെ രക്തമാണ്. ശലോമോൻ നിർമ്മിച്ചതായ ആലയത്തിന്റെ യാഗപീഠത്തിൽ നോക്കിയാലും നിറയെ രക്തമാണ്. കാളകളുടെ രക്തം ഒഴുകുകയാണ്, ആടുകളുടെ രക്തം ഒഴുകുകയാണ്. പക്ഷേ ആ സ്തോത്രം അതെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്, ആ കാളക്കിടാങ്ങളുടെ രക്തത്തിന് ഒരിക്കലും മനുഷ്യന്റെ പാപത്തെ നീക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. പക്ഷെ അത് വ്യക്തമാക്കുന്നതായ 2 കാര്യങ്ങളുണ്ട്. നമ്പർ 1 സ്തോത്രം അതെ അത് സംസാരിക്കുന്നത് ഒരു പരമയാഗം നടക്കുവാൻ വേണ്ടി പോകുന്നു. ഒരു യാഗം ഇതാ വരുവാൻ വേണ്ടി പോകുന്നു. നമ്പർ 2, രണ്ടാമത് സംസാരിക്കുന്നത് ഞങ്ങൾ ഒരുക്കുന്ന ഈ രക്തത്തിന് നിന്റെ പാപത്തെ മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ നിന്റെ പാപത്തിന്റെ അവസാനത്തെ കറവരെയും നീക്കുവാൻ കഴിവുള്ള നല്ലൊരു രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിവാൻ വേണ്ടി പോകുന്നു. ഒരു യാഗം നടക്കുവാൻ വേണ്ടി പോകുന്നു, പക്ഷെ അവസാനത്തെ പാപത്തിന്റെ അവസാനത്തെ കറവരെയും നീക്കുന്നതായ സ്തോത്രം ആ രക്തം സ്തോത്രം നിങ്ങൾക്കായി ചൊരിയപ്പെടുവാൻ വേണ്ടി പോകുന്നു. 1 യോഹന്നാൻ 2:2 നോക്കിയാട്ട്. 1 യോഹന്നാൻ 2:2 പ്രായശ്ചിത്തമായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ആ രക്തമെന്ന് തിരുവചനം പറയുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് എന്തുവാണ്? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. സോ യേശു കർത്താവ് സമ്പൂർണ്ണ സമർപ്പണമായി തന്നെത്താൻ ഏൽപ്പിച്ചത് പ്രായശ്ചിത്തമായി. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, പ്രായശ്ചിത്തമായി. ആ പ്രായശ്ചിത്തനായ യേശു കർത്താവ് കടന്നു വന്നപ്പോൾ തന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി. വീണ്ടും യെശയ്യാപ്രവചനം 53:10 വന്നേ, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി. എന്നാൽ അവനെ തകർത്ത് കളവൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനെ കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്ധിയെ കാണും. അവന്റെ പ്രാണൻ, അവന്റെ ശരീരമല്ല. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയോളജിക്കൽ ടേമാണ് ഞാൻ പറയുന്നത്. ഈ സ്തോത്രം അതെ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തിയോളജിക്കൽ ടേം, വേദശാസ്ത്ര പണ്ഡിതമായ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ടേം ഇതാണ്. അതെ സ്തോത്രം, എൻ്റെ ശരീരമല്ല അകൃത്യയാഗമായി തീർന്നത്, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. എൻ്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നു. പ്രാണന് സ്തോത്രം അതെ എബ്രായ പദം നെഫെഷ് എന്നാണ്. നെഫെഷ്, NEH-FESH, നെഫെഷ് എന്ന സ്തോത്രം അതെ പദമാണ് പ്രാണൻ. ചില സന്ദർഭങ്ങളിൽ പ്രാണനും ആത്മാവും സ്തോത്രം രണ്ടും മാറി മാറി ഒരേ ക്രമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. നിങ്ങൾക്ക് പ്രാണനുമുണ്ട്, നിങ്ങൾക്ക് ആത്മാവുണ്ട്. അത് മാത്രമാണോ? ഇല്ല, നിങ്ങൾക്കൊരു ശരീരം കൂടെയുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ, 1 ആത്മാവ്, 2 പ്രാണൻ, 3 ശരീരം. ഒരിക്കൽ കൂടെ, 1 ആത്മാവ്, 2 പ്രാണൻ, 3 ശരീരം. രക്ഷിക്കപ്പെട്ട എല്ലാവരും ആമേൻ പറഞ്ഞേ. രക്ഷിക്കപ്പെട്ട നിങ്ങൾ 33% നിങ്ങൾ പെർഫെക്റ്റായി നിങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. നിങ്ങളുടെ പ്രാണൻ അഥവാ നിങ്ങളുടെ മനസ്സിൻ്റെ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സ് സ്തോത്രം അതെ മനസ്സ് വന്നിട്ട് റിന്യൂവൽ ഓഫ് ദ മൈൻഡ്, മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം യേശു കർത്താവ് കടന്നു വരുമ്പോൾ ശരീരം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ.
എന്നാൽ പലപ്പോഴും സ്തോത്രം അതേ മനസ്സിലാക്കുക, നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്. മനസ്സിലായ രാമേൻ പറഞ്ഞാട്ടെ. 1 തെസ്സലോനിക്കർ 5:23. നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, നമുക്ക് ശരീരമുണ്ട്. സ്തോത്രം മനസ്സിലാക്കാൻ നമ്മൾ മരിക്കുന്നതായ സമയത്ത് ഈ ആത്മാവും പ്രാണനും ഒരുമിച്ചാണ് സ്വർഗത്തിൽ പോകുന്നത്. കാരണം ആത്മാവും പ്രാണനും ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ തക്കോണം കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ആത്മാവും പ്രാണനും ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആത്മാവും പ്രാണനും സെപ്പറേറ്റ് ചെയ്യാൻ തക്കോണം കഴിയത്തില്ല. സ്തോത്രം. നോക്ക്, ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് ആത്മാവിനെ എന്ന് ഞാൻ പറയുന്ന മനസ്സല്ല, ആത്മാവും പ്രാണനുമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. നോക്ക്, ചില സന്ദർഭങ്ങളിൽ ആത്മാവിനെ പ്രാണനെന്നും പറഞ്ഞിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ പ്രാണനെ ആത്മാവെന്നും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 41:8 ആത്മാവിനെ കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 41:8, ഉൽപ്പത്തി 41:8. ഈ 41-ാം അധ്യായം 8 നിങ്ങൾ വായിക്കുമ്പോൾ ഓർക്കേണ്ടത് യോസെഫിൻ്റെ കാലമാണ്. യോസെഫ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരുവാൻ സമയം വന്നിരിക്കുന്നു. യോസെഫ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരാൻ സമയം വന്നാൽ, സ്വപ്നക്കാരൻ യോസെഫ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരാൻ സമയം വന്നാൽ, നിന്റെ സ്വപ്നത്തിന്റെ ഇമ്പാർട്ടേഷൻ കൊട്ടാരത്തിലും വ്യാപരിക്കും. ഒരിക്കൽ കൂടെ, ആദ്യം സ്വപ്നക്കാരൻ കാരാഗൃഹത്തിൽ വന്നപ്പോൾ കൂടെ കിടന്ന ഒരുത്തന്റെ മേലെ ഇമ്പാർട്ടേഷൻ വ്യാപരിച്ചു. ഹല്ലേലൂയ. കൂടെ കിടന്ന രണ്ടുപേരുടെ മേൽ, സ്തോത്രം, അതെ, ജയിൽ പുള്ളികളായിരുന്ന രണ്ടുപേരുടെ മേൽ സ്വപ്നം വ്യാപരിച്ചു. ഹല്ലേലൂയ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സർക്കംഫറൻസ് കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ടു, അതിൻ്റെ സർക്കംഫറൻസ് വർദ്ധിച്ചു. ആദ്യം കൂടെ ഉണ്ടായിരുന്ന 2 കുറ്റവാളികളുടെ മേലാണ് ആ സ്വപ്നം കടന്നു വന്നത്. മനസ്സിലായി രാമേൻ പറഞ്ഞ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആരോടോ കർത്താവ് പറയുന്നു, നിന്റെ അഭിഷേകത്തിന്റെ സർക്കംഫറൻസ് ഞാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതെ, വീട്ടിൽ കൂടെ ഉണ്ടായിരുന്ന ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന അവർ രണ്ടുപേരാണ് 2 സ്വപ്നങ്ങൾ വ്യത്യസ്തമായി കണ്ടത്. പക്ഷെ ഇപ്പോഴിതാ ആ ഇമ്പാർട്ടേഷൻ, ആ പകർച്ച ആ കൊട്ടാരത്തിൽ വ്യാപരിച്ച് ഫറവോൻ സ്വപ്നം കണ്ടിരിക്കുന്നു. എൻ്റെ പോയിന്റ് ഇതാണ്, പ്രാതകാലത്ത് ഫറവോൻ വ്യാകുലപ്പെട്ട് മിസ്രൈമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം, സ്തോത്രം, ആളയച്ചു വരുത്തി അവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, ആൻഡ് ഇറ്റ് കെയിം ടു പാസ് ഇൻ ദ മോർണിംഗ് ദാറ്റ് ഹിസ് സ്പിരിറ്റ് വാസ് ട്രബിൾഡ്. അവൻ്റെ ആത്മാവ് ട്രബിളായി. രക്ഷിക്കപ്പെടാത്ത, ദൈവമില്ലാത്ത ഫറവോന് ഏത് ആത്മാവ്? മനസ്സാണ് ആക്ച്വലി ട്രബിൾഡ് ആയത്. അപ്പോൾ നമുക്ക് മനസ്സിനെ ആത്മാവെന്ന് പറയുന്നു, ആത്മാവിനെ മനസ്സെന്ന് പറയുന്നു. Cannot be separated. Cannot be separated. മനസ്സിലാവുന്ന റാബൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ നോക്കി, സ്തോത്രം, അവൻ്റെ മനസ്സായിരുന്നു ട്രബിൾ ചെയ്യേണ്ടത്. മലയാളത്തിൽ സ്തോത്രം എന്ത് എഴുതിയ? വ്യാകുലപ്പെട്ടു. എല്ലാവരും പറഞ്ഞാൽ വ്യാകുലം. സ്തോത്രം. ഹല്ലേലൂയ. അവന് സ്പിരിറ്റിൽ അവന് വ്യാകുലപ്പെട്ടു. രണ്ടാമത്തെ എക്സാമ്പിൾ പറയാം. യോഹന്നാൻ സുവിശേഷം 13:21. ഇത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, യേശു കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 13:21. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാറിടത്ത് ചാരിക്കൊണ്ട്, അടുത്ത് 21 വാക്യം മോനെ, 21 വാക്യം, യോഹന്നാൻ 13:21. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ജീസസ് had said he was troubled in the spirit. നേരത്തെ നമ്മൾ വായിച്ചത്, സ്തോത്രം, ഫറവോൻ ആത്മാവിൽ, അതെ, സ്തോത്രം, ട്രബിളായി. ഇപ്പോൾ യേശു കർത്താവ് തന്നെ ആത്മാവിൽ ട്രബിൾഡായി. സ്തോത്രം. യേശു കർത്താവ് തന്നെ ഉള്ളം കലങ്ങി. എല്ലാവരും പറഞ്ഞാട്ടെ, ഉള്ളം കലങ്ങി. കാരണം ഈ കൂടെ കൊണ്ട് നടന്ന ഒരുത്തിന് വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് അവൻ്റെ ഉള്ളം കലങ്ങി. സ്തോത്രം. അതെ, അകത്തെ മനുഷ്യനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സ്തോത്രം തൻ്റെ പ്രാണനെക്കുറിച്ച് പറയുന്നു. സ്തോത്രം, തൻ ഉള്ളം കലങ്ങി. ഈ ഉള്ളത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവചനം 53:10 നമ്മൾ വായിക്കുന്നത്. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട്, സഹോദരി സഹോദരന്മാരെ മനസ്സിലാക്കുക. ഈ സ്തോത്രം, പ്രാണൻ അഥവാ സ്തോത്രം, മനസ്സ്, ഇൻ്റലക്റ്റ് ആൻഡ് ഇമോഷൻ, സ്തോത്രം, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യം. കാരണം ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു.
ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഈ മനസ്സ് അല്ലെങ്കിൽ ഈ പ്രാണൻ എന്ന് പറയുന്ന സാധാരണ സ്തോത്രം ആത്മാവിനെ വിട്ടിട്ട് ജഡത്തോട് ചേർന്നാൽ 2/3 ഭൂരിപക്ഷം അവർക്കായി. ഒരിക്കൽ കൂടെ ആമേൻ റൈറ്റ്. സ്തോത്രം. അതെ, ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം. അതെ, നിങ്ങളുടെ മനസ്സ് പുതുക്കാതിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സ് പുതുക്കാതെ മനസ്സും സ്തോത്രം ശരീരവും തമ്മിൽ ഒന്നായാൽ അതെ നിങ്ങൾ ജഡീകനായി. പക്ഷേ അതേ സമയത്ത് ആത്മീയനാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ഇൻ്റലക്റ്റ്, നിങ്ങളുടെ ഇമോഷൻ ആത്മാവിനോട് ചേർന്നിരിക്കുമ്പോൾ അവിടെ 2/3 ഭൂരിപക്ഷമായി. മൂന്നിൽ 2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഏത് നിയമവും മാറ്റാം. ഓ, മനസ്സിലായ? ഹല്ലേലൂയ. സോ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. സ്തോത്രം. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മനസ്സിൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ പ്രാണനിൽ വ്യാപരിക്കുന്നതായ പലതരത്തിലുള്ള ചിന്തകളെ, പലതരത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും. എന്തെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഹൃദയത്തിൽ നിന്ന് വരുന്നു. സ്തോത്രം. ദാറ്റ് മീൻസ് എൻ്റെ അകത്ത് നിന്ന്, നിങ്ങളുടെ അകത്ത് നിന്ന് വരുന്നു. സ്തോത്രം. സഭാപ്രസംഗി 9-ാം അധ്യായം 3-ാം വാക്യം കൂടെ നോക്കിയാട്ടെ. സഭാപ്രസംഗി 9:3. സഭാപ്രസംഗി 9:3. സഭാപ്രസംഗി 9:3. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിനും ഒരു തിന്മയത്രേ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദോഷം സ്തോത്രം നിറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്? There is no even unto all also heart of the sons of men and full of evil. സോ നിൻ്റെ ഉള്ളിൽ നിന്ന്, അകത്ത് നിന്ന് ഈവിൾ വരുന്നു. അകത്ത് നിന്ന് ഈവിൾ വരുന്നു. മനുഷ്യൻ്റെ അകത്ത് നിന്ന് തിന്മ വരുന്നു. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞ്. അകത്തു നിന്ന് തിന്മ വരുന്നു. സോ അകത്തു നിന്നാണ് എല്ലാ തിന്മയും പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം 6:5 മനുഷ്യൻ്റെ ചിന്ത ദോഷമുള്ളതെന്ന് കണ്ടിട്ട് ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. സോ അകത്തു നിന്ന് തിന്മ വരുന്നത് കൊണ്ട് കർത്താവ് ഒരു അകൃത്യ യാഗമായി, തൻ്റെ ശരീരമല്ല ആയത്, തൻ്റെ പ്രാണൻ, തൻ്റെ പ്രാണനെ അവനൊരു സ്തോത്രം അകൃത്യ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തു. സോ ഇനി ആ യാഗത്തിൻ്റെ പ്രത്യേകത നോക്കിയാട്ടെ. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 7-ാം അധ്യായം. 6-ാം അധ്യായം ട്രാൻസ്ലേഷൻ വ്യത്യാസമുണ്ട്. അകൃത്യ യാഗം എന്ന് പറയുന്നു, അതൊരു സ്തോത്രം അതിക്രമങ്ങളുടെ ഒരു സ്തോത്രം യാഗമായിട്ട് പറഞ്ഞു. ഇതിവിടെ 7-ാം അധ്യായത്തിൽ അകൃത്യയാഗത്തിൻ്റെ പ്രമാണം നോക്കിയേ. അകൃത്യയാഗത്തിൻ്റെ പ്രമാണമാവിത്, അത് അതിവിശുദ്ധ ഹോമയാഗം മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അകൃത്യ യാഗമൃഗത്തെയും അറുക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. 3-ാം വാക്യം. അതിൻ്റെ സകല മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡം രണ്ടും. what is that മൂത്രപിണ്ഡം? What is that മൂത്രപിണ്ഡം? Shall be taken into there of the ram. It is a fat covered with the inward. 4-ാം വാക്യം. അവിടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരടിന്മേലുള്ള വപയും എടുത്തു കളഞ്ഞ്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 4-ാമത്തെ വാക്യത്തിൽ 2 അവയവങ്ങളെ കൃത്യമായി പറയുന്നു. സ്തോത്രം. 1 2 കിഡ്നിയും മറ്റത് ലിവറും. 1 2 കിഡ്നിയും ലിവറും. സ്തോത്രം. 1 2 കിഡ്നിയും 2 ലിവറും. ആമേൻ റൈറ്റ്. സ്തോത്രം. 2 kidneys and a fat that on the flanks and the lobe that above liver. With the kidneys it shall be taken away. ഈ കിഡ്നിയും സ്തോത്രം, അതായത് മൂത്രപിണ്ഡ കിഡ്നിയും ലിവറും എടുത്ത് എവിടെ വെക്കുന്നു? യാഗപീഠത്തിന്മേൽ വെക്കുന്നു. ഇതെന്തോ യാഗം? അകൃത്യയാഗം. അകൃത്യയാഗത്തിൻ്റെ പ്രത്യേകത അകത്ത് നിന്ന് വരുന്ന ഈവിളിനെതിരെ, അകത്ത് നിന്ന് വരുന്നതായ ഈവിളിന് എതിരെ, അകത്ത് നിന്ന് വരുന്നതായ തിന്മയ്ക്ക് എതിരെയുള്ള അകൃത്യയാഗമാ പറയുന്നത്. സഹോദരി സഹോദരനായ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രത്യേക അവയവങ്ങളിൽ രോഗശക്തികളുടെ ആക്രമണം ഉണ്ടാകുന്നത് അകത്ത് നിന്ന് ഉയരുന്നതായ തിന്മകൾ നിമിത്തമാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും ചില മൈഗ്രെയിൻ തലവേദനകൾ മാറുന്നില്ല, ചില ഡയബറ്റിക് മാറുന്നില്ല, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ. കൃത്യമായ തിരുവചനം പറയുന്നു നമുക്ക്. സ്തോത്ര. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ അകത്തുള്ളതായ ഇമോഷനെ ഇളക്കി വിട്ട് ഈ അവയവങ്ങളെ നശിപ്പിക്കുന്ന സകല തിന്മകളും വേരോടെ ഇന്ന് രാത്രി ഇറങ്ങിപ്പോകട്ടെ.
അകത്ത് തിന്മകളെ സ്തോത്രം ഇളക്കി വിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരമാലകൾ പൊങ്ങുന്നത് പോലെ തോന്നും. ചില ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രഷർ കുക്കർ സ്തോത്രം അതെ ബഹളമുണ്ടാക്കുന്ന പരുവത്തിൽ പ്രഷർ കുക്കർ അതെ ചൂടാക്കുന്നത് പോലെ നമ്മുടെ ഇമോഷനെ പെട്ടെന്ന് ചൂട് പിടിക്കുക. ചില വ്യക്തികളെ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, വികാരങ്ങൾ നമുക്കങ്ങ് ബ്ലഡ് തിളയ്ക്കുന്നത് പോലെ തോന്നും. ബി കെയർഫുൾ, ബി കെയർഫുൾ. ഇന്ദ്രിയ ജയം എന്ന് പറയുന്ന ഒരു ആത്മാവിന്റെ ഫലമുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം. അല്ലാതെ നീ നടക്കുന്നതായ ഒരു പ്രഷർ കുക്കർ പോലെ ആകല്. അങ്ങനെയായാൽ ഈ അവയവങ്ങൾക്ക് കേടുണ്ടാകും. In Jesus' name, you know the truth and truth shall set you free. ഇന്ന് കർത്താവ് പറയുന്നു, ആ പഴയ നിയമത്തിലെ ആ യാഗങ്ങളുടെ ആ യാഗമൃഗത്തിന്റെ കിഡ്നിയും ലിവറും എടുത്ത് എവിടെ വെക്കുന്നു? ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, നാളെ കറി വെക്കാൻ അത് യാഗപീഠത്തിന്മേൽ വെക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 13-ാം ദിവസം ആവശ്യപ്പെടുന്നത് നിന്റെ വികാര വിചാര മണ്ഡലത്തെ അവന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. Oh God, glory. നമ്മുടെ വികാരം അവർ തിന്മയ്ക്കായി ചെയ്തതായിരിക്കാം, അവർ നമ്മെ തള്ളിയതായിരിക്കാം, അപവാദം പറഞ്ഞതായിരിക്കാം, നിങ്ങളെ തകർത്തതായിരിക്കാം, കള്ളക്കേസ് ഉണ്ടാക്കിയതായിരിക്കാം, നിറം പിടിച്ച കള്ളക്കഥകൾ പറഞ്ഞതായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കിഡ്നി, എൻ്റെ ഹൃദയം, എൻ്റെ സ്തോത്രം ലിവർ ഡാമേജ് ചെയ്യുന്ന നോവേ ഒരു കാര്യം സ്തോത്രം ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം എൻ്റെ ശരീരം പിശാചിൻ്റെ ജങ്കല്ല, എൻ്റെ ശരീരം പിശാചിൻ്റെ ചവറ്റുകൊട്ടയല്ല, എൻ്റെ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണ്. ആരാ ഇന്ന് രാത്രി പൂർണ്ണമായി ആന്തരികമായി സൗഖ്യമാകുകയാണ്? ആരാ ഇന്ന് രാത്രി ആന്തരിക അവയവങ്ങളിൽ വിടുതലേറ്റെടുക്കുകയാണ്? In Jesus' name. In Jesus' name, in Jesus' name, hallelujah. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു, അപ്പോൾ അവരെനിക്കെതിരെ പറഞ്ഞതോ, അവരെനിക്കെതിരെ എഴുതിയതോ, അവരെനിക്കെതിരെ പാരവച്ചതോ, അവരെനിക്കെതിരെ പ്രവർത്തിച്ചതോ? കുട്ടി, ഇത്രയും സ്തോത്രം അതേ ദൈവം നിന്നെ നടത്തിയില്ലേ? അവരിത്രയും വിചാരിച്ചിട്ട് നിന്നെ കൊല്ലാൻ പറ്റിയില്ലല്ലോ. നീ ധീരം, നീ ചാകും, നീ തൊലയും എന്ന് പറഞ്ഞിട്ടല്ലേ അവരെ കരുക്കൾ നീട്ടിയത്? ആരും മിണ്ടുന്നില്ലല്ലോ. നീ ധീരം, നീ ചാകും, നീ തൊലയും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവർ കരുക്കൾ നീട്ടിയിട്ട്? എന്നാൽ സ്തോത്രം അതെ നിന്നോട് അവർ പൊരുതി, പക്ഷേ അവർ ജയിച്ചില്ല. കാരണം നിന്നെ വിടുവിപ്പാൻ ശക്തനായൊരു ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ വിചാരം വല്ലവളുടെയും കയ്യിലല്ല ഇരിക്കേണ്ടത്. അത് മാത്രം മതി ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാം, അല്ലേ? നമ്മുടെ വിചാരം വല്ല അമ്മാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടല്ല ജീവിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ കർത്താവിൽ കൊടുത്തിട്ട്, കർത്താവിൽ കൊടുത്തിട്ട് ദൈവത്തോട് പറയണം, അപ്പച്ചാ ഇന്നലകളെ മുഴുവൻ അങ്ങാണ് എന്നെ കൊണ്ടുവന്നത്, ഇന്നലകളിൽ അങ്ങാണ് കൊണ്ടുവന്നത്, ഇന്നും അങ്ങ് എന്നോട് കൂടെയുണ്ട്, എന്റെ നാളെയും അവിടെ നിന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. കിഡ്നിയും 2 കിഡ്നി, ആ സ്തോത്രം അതെ മൂത്രപിണ്ഡം, ദാറ്റ് മീൻസ് 2 കിഡ്നിയും 2 ലിവറും എവിടെ വെക്കുന്നു? സ്തോത്രം യാഗപീഠത്തിൽ വെക്കുന്നു. ഇമോഷണം മുഴുവൻ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താണ്. നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കും, കൈയടിക്കുന്നുണ്ടായിരിക്കും, കറങ്ങുന്നുണ്ടായിരിക്കും, പക്ഷേ ഇമോഷൻ സ്തോത്രം ഏതോ മരത്തിൻ്റെ മണ്ടയിലല്ല ഇരിക്കേണ്ടത്. ഇമോഷൻ യാഗപീഠത്തിലായിരിക്കേണ്ടത്. ഞാൻ നിർത്തി. ഇമോഷൻ യാഗപീഠത്തിലേക്ക്. നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞാലും പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോകാമെന്നല്ലാതെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാകത്തില്ല. നിങ്ങൾക്കൊരിക്കലും വളർച്ച കാണത്തില്ല. നിങ്ങൾ എന്നെന്നും കുറ്റിച്ചടിയായിരിക്കും. ചങ്ക് പറഞ്ഞ് മക്കളെ വിളിച്ചു പറഞ്ഞ് തരികയാണ്. സ്തോത്രം ഒറ്റയാണ്, ഇതിനകത്ത് മുരടിച്ച് നിൽക്കരുത്. കാരണം അകത്തെ കുന്നാമയും കുശുമ്പും കയ്പും അസ്വസ്ഥതയും വെച്ചിട്ട് എത്ര അന്യഭാഷ പറഞ്ഞാലും ഒരു ബ്രേക്ക് ത്രൂ, ഒരു വളർച്ച ഉണ്ടാകത്തില്ല. കാരണം നീ ഇന്ന് പാർക്കുന്നത് ഫറവോന്റെ അധീനതയിലാണ്. ഫറവോന്റെ അധീനതയിൽ കിടന്ന് നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, നിനക്ക് വാഗ്ദത്തത്തിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. Let my people go. എന്റെ ജനത്തെ ആരാധിപ്പാനായി വിട്ടേക്ക്. സകല ദുരാത്മാവേ യേശുവിൻ നാമത്തിൽ ഈ ജനത്തിന്റെ ഇമോഷൻ സ്വതന്ത്രമാകട്ടെ. Yes.
രാത്രി കുറച്ച് പേരേ ഉള്ളെങ്കിലും ഞാനിത് വിളിച്ചു പറയുമ്പോൾ സമൂഹത്തോട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓ കമാൺ, ഞാൻ ആ സെന്റൻസ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഭൂമിയെ നോക്കി, ട്രിവാൻഡ്രം ജില്ലയുടെ ഭൂമിയെ നോക്കി പറയുന്നതായിട്ടല്ല, ഇതിന്റെ പ്രിൻസിപ്പാലിറ്റിയെ നോക്കി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു അടിമ നാടായിരുന്നു രമേശാൻ, ഇതൊരു അടിമ നാടാണ്. ഇവിടുത്തെ പഴയ അടിമത്തം മാറിയിട്ട് ഇവിടുത്തെ ജനത്തിന്റെ മെന്റാലിറ്റിയിൽ കിടക്കുന്ന സകല അടിമ ചങ്ങലകളും അടിമ മുഖങ്ങളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. അവന്റെ പ്രാണനെ അവൻ അകൃത്യായി യാഗമാക്കി. എല്ലാവരും പറഞ്ഞ യാഗമാക്കി. രണ്ടുപേരെ തൊട്ടുപെട്ടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സമർപ്പിച്ചു. പറഞ്ഞാട്ടെ, സമർപ്പിച്ചു. സമർപ്പിച്ചു. നിന്റെ അകത്തുള്ളതായ സകല വികാരങ്ങളെ ദൈവകരത്തിൽ കൊടുത്തിട്ട് പറ, അപ്പൊ ഞാൻ അങ്ങക്ക് വേണ്ടി നിൽക്കും, നീ എനിക്ക് വേണ്ടി നിന്നോളാം. തീർന്നു 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 തീർന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ കാര്യം നോക്കും, നീ പറ പറ, ഞാൻ അങ്ങയുടെ കാര്യം നോക്കും, നീ. കർത്താവ് നിന്റെ കാര്യം നോക്കിയാലുണ്ടല്ലോ, അതൊരു ബാക്കി നാട്ടുകാർ മുഴുവൻ പിന്നെ നിന്നെ തിരിച്ചു നോക്കും. ഒരിക്കൽ കൂടെ കർത്താവ് നിന്റെ കാര്യം നോക്കിയാൽ നാട്ടുകാർ മുഴുവൻ നിന്നെ കുനിഞ്ഞു നോക്കും. നാട്ടുകാർ നീ മുഴുവൻ നിന്നെ തല ഉയർത്തി നോക്കും. കാരണം അതിനൊരു റിസൾട്ട് ഉണ്ട്. അതാണ് തിരുവചനം പറയുന്നത്. സ്തോത്രം, അകൃത്യയാഗമായിട്ട് എന്തോ സംഭവിച്ചു? അവനൊരു സന്തതിയെ കണ്ടു, ദീർഘായുസ് പ്രാപിച്ചു. അതിനൊരു റിസൾട്ട് ഉണ്ട്. അതിനൊരു റിസൾട്ട്. അവൻ്റെ സന്തതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സഭ. ആമേൻ, റൈറ്റ്? സ്തോത്രം, ദൈവത്തിൻ്റെ സഭ. ഇന്ന് അപ്പച്ചൻ സ്വർഗത്തിൻ്റെ കിളിവാതിലൂടെ ഇന്ന് സ്തോത്രം ഏപ്രിൽ മാസം എത്രാം തീയതിയാണ് ഉപവാസത്തിന് കയറിയതിന് ശേഷം ഡേറ്റും അറിയത്തില്ല. ഏപ്രിൽ മാസം 26 എൻ്റെ കർത്താവേ ദിവസം പോകുന്ന പോക്ക്. സ്തോത്രം, അന്ന് 5-ാം തീയതി ഒരു കല്യാണം, 6-ാം തീയതി 7-ാം തീയതി ആന്ധ്രാപ്രദേശ്. സ്തോത്രം, ദിവസം പോവാ. ഓക്കെ, ഇന്ന് ഏപ്രിൽ മാസം 26-ാം തീയതി 8:51 സ്വർഗത്തിൻ്റെ കിളിവാതിലൂടെ അപ്പച്ചനിങ്ങനെ താഴേക്ക് നോക്കിയിട്ട് ഈ ശനിയാഴ്ച രാത്രി അപ്പച്ചൻ പറയുന്നുണ്ട്, സന്തതിയെ കണ്ടു. എൻ്റെ ക്രൂശിലെ മരണം വേസ്റ്റ് അല്ല, ക്രൂശിലെ മരണം വേസ്റ്റ് അല്ല. ക്രൂശിലെ മരണം വേസ്റ്റ് അല്ല. അർത്ഥം, നിന്നെ അവന് കിട്ടിയത് അവൻ ക്രൂശിന്മേൽ മരിച്ചത് കൊണ്ടാണ്. അർത്ഥം, സ്തോത്രം, നമ്മൾ തകർന്നെങ്കിൽ, കരഞ്ഞെങ്കിൽ, ഉടഞ്ഞെങ്കിൽ, നിന്ദിക്കപ്പെട്ടെങ്കിൽ, അവഹേളിക്കപ്പെട്ടെങ്കിൽ, അത് വേദനിച്ചെങ്കിൽ, ഒറ്റപ്പെട്ടെങ്കിൽ, മുറിവേറ്റെങ്കിൽ, ഇതൊന്നും തിന്മയ്ക്കല്ല. ഇതൊന്നും തിന്മയ്ക്കല്ല. ഹല്ലേലൂയ. ഏതോ സ്തോത്രം, ഒരു മരത്തിൽ നിന്ന് അതിനെ ചെത്തിയാൽ റബ്ബറിൽ നിന്ന് റബ്ബർ പാൽ വരുന്നത് പോലെ, ഞാൻ പറയുന്ന കുന്തിരിക്കത്തിന്റെ കാര്യമാണ്. അതിനെ ചെത്തിയാൽ കുന്തിരിക്കം പുറത്തു വരുന്നത് പോലെ ഇൻ ജീസസ് നെയിം ഈ തോട്ടത്തിൽ കർത്താവ് തന്നെ നട്ടിരിക്കുകയാണ്. നീ ഉടഞ്ഞെങ്കിൽ, തകർന്നെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്ന നന്മയുണ്ട്. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. സഹോദരന്മാരെ, ആ സബ്മിഷനാണ് അതിൻ്റെ ഫലം കൊണ്ടുവരുന്നത്. രാത്രി യേശുവിൻ നാമത്തിൽ ഞാൻ നിർത്തി. സ്തോത്രം, അത് എത്രത്തോളം നിങ്ങൾ സബ്മിറ്റ് ചെയ്യോ, എത്രത്തോളം ദൈവസന്നിധികൾ നിങ്ങൾ യേശു അപ്പച്ചൻ സറണ്ടർ ചെയ്തതുപോലെ അല്പം പോലെ ഹോൾഡ് ബാക്ക് ചെയ്യാതെ, അല്പം പോലെ മാറ്റി വയ്ക്കാതെ, കേട്ടോ? ആമേൻ പറഞ്ഞാട്ടെ. അല്പം പോലെ വേറെ ഒന്നിനും കൊടുക്കാതെ, വേറെ ആർക്കും കൊടുക്കാതെ 100% അതെങ്ങനെ ഞങ്ങളെ അല്പം പോലെ മാറ്റിവെക്കാൻ അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം, ഒരു ഉപമയിലൂടെ പറയാം. മാവേലിക്കരയിൽ വർഷങ്ങൾക്ക് മുമ്പ്, പ്രോളി ഒരു 60 70 എനിക്കറിയത്തില്ല, അത്രയും വർഷം മുമ്പ് ഒരു പരസ്യമൊക്കെ നടക്കുകയാണ്. ആ പരസ്യത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ദാസനെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അന്നത്തെ സ്റ്റൈൽ അനുസരിച്ച് സ്തോത്രക്കാഴ്ചയുടെ പാത്രം ഇങ്ങനെ പാസ് ഓൺ ചെയ്തു. അവിടെ സ്തോത്രം കടയിൽ സാധനം എന്തോ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതായ ഒരു ചെറുക്കനുണ്ടായിരുന്നു. സ്തോത്രം 8ാം ക്ലാസ്സിലോ മറ്റോ അന്ന് ബ്രില്യൻ്റായി പഠിക്കുന്ന ആ കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ സ്തോത്രക്കാഴ്ച തൻ്റെ അടുക്കലിലൂടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന പൈസയ്ക്ക് മുഴുവൻ സാധനം വാങ്ങി. അതുകൊണ്ട് വേറെ പൈസയില്ല. അതുകൊണ്ട് അവൻ സ്തോത്രക്കാഴ്ചയ്ക്ക് ഇടാൻ വേറെ പൈസ ഇല്ലാത്തത് കൊണ്ട് 2 കൈയും ആ സ്തോത്രക്കാഴ്ച പാത്രത്തിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞ, കർത്താവേ, എനിക്ക് അങ്ങക്ക് തരാൻ എൻ്റെ പോക്കറ്റിൽ പൈസയില്ല, ഞാൻ എന്നെ തന്നെ തരികയാണ്.
ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞ ആ ദൈവദാസന്റെ പേരാണ് ഡോക്ടർ തോമസ് മാത്യു. താൻ മരിക്കുമ്പോഴേക്ക് 800 സഭകളെ കണ്ടിട്ടാണ് താൻ മരിച്ചത്. അദ്ദേഹം മരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ ആയ നവാപൂർ കൺവെൻഷൻ താനാണ് ഓർഗനൈസ് ചെയ്തത്. സമർപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അല്പം പോലും പിടിച്ചു വെക്കാതെ. ഇപ്പോൾ ഞാൻ പാർയാഗമായി തീരുന്നു. What do you mean by that? ആ പോട്ടങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും മാറ്റി വെക്കാതെ, ആരോട് പറയാൻ, ആ പോട്ട് പൊട്ടിച്ചു കളഞ്ഞാൽ ഒരു തുള്ളി പോലും ബാക്കി നിൽക്കാതെ മുഴുവനും വാർന്നിറങ്ങുന്നത് പോലെ ടോട്ടൽ സബ്മിഷൻ. ടോട്ടൽ സബ്മിഷൻ. ആ ടോട്ടൽ സബ്മിഷൻ ആണെങ്കിൽ നിന്നെ കത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ജ്വലിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മളെ ദൈവം ജ്വലിപ്പിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, നമ്മെ ദൈവം ജ്വലിപ്പിക്കണം. ഒരു വാക്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യം. സമർപ്പിക്കുമ്പോൾ ജ്വലിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇതാണ് ഇന്ന് സ്തോത്രം കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്. ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. റിയലി ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ. ജ്വലിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. പക്ഷെ ജ്വലിപ്പിക്കുവാനുള്ള കണ്ടീഷൻ സമർപ്പിക്കണം എന്നുള്ളതാണ്. 9:24 യഹോവയുടെ സന്നിധിയിൽ നിന്ന്, ലേവ്യ 9:24 യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു കളഞ്ഞു. അത് ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. മോശയും അഹരോനുമാണ് ശുശ്രൂഷകർ. മോശയും അഹരോനും സ്തോത്രം സമർപ്പിക്കപ്പെട്ട 2 ദൈവദാസന്മാർ. ഈ സമർപ്പിക്കപ്പെട്ടവനല്ലേ സമർപ്പണത്തിലേക്ക് ജനത്തെ നയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മർമ്മം പറയാം, കെട്ടപ്പെട്ടവന് കെട്ടുള്ള കൈയെ അഴിക്കാൻ കഴിയത്തില്ല. ശുശ്രൂഷകരെ കേക്ക്, കെട്ടപ്പെട്ടവന് കെട്ടുള്ള കൈയെ അഴിപ്പാൻ കഴിയത്തില്ല. സ്വതന്ത്രന് മാത്രമേ കെട്ടിൽ കിടക്കുന്ന ജനത്തെ അഴിപ്പാൻ കഴിയത്തുള്ളൂ. സമർപ്പിക്കപ്പെട്ടവന് മാത്രമേ സമർപ്പണത്തിലേക്ക് ജനത്തെ നയിപ്പാൻ കഴിയത്തുള്ളൂ. പ്ലീസ് സ്തോത്രം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫർവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്ന് എണ്ണി സമർപ്പിക്കപ്പെട്ട ഒരു മോശ. ശപിച്ച അപ്പൻ, സ്നേഹം തരാത്ത അമ്മ, പെങ്ങളുടെ കാര്യത്തിൽ നിന്ദിക്കപ്പെട്ടു, സഹോദരന്മാർ മത്സരിക്കുക. 4 പ്രോബ്ലമുള്ള ഒരഹരോൻ. അവൻ ആശ്രയിക്കാൻ അവനും ഒരുത്തനുമില്ല. നിന്റെ ആശ്രയത്തിൻ്റെ കൊമ്പുകളെ ദൈവം പറിക്കുന്നതേ കേട്ടോ. നിന്റെ ആശ്രയിക്കുന്ന കൊമ്പുകളെ ദൈവം പറിക്കുന്നതേ. ആശ്രയിക്കേണ്ടവനിൽ 100% നീ ഞാൻ ആശ്രയിക്കാനാ. ചവിട്ടിയതും പോയി, പിടിച്ചതും പോയി. ഞങ്ങളെ എന്തോ ചെയ്യാനെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സമർപ്പണം. സമർപ്പിക്കപ്പെട്ടവർ കർത്താവിന്റെ മുൻപിൽ അർപ്പിച്ചു. മകളെ എത്രയോ പേരെ അർപ്പിച്ചു, കർത്താവ് ഇത് ചെയ്തില്ല. പക്ഷെ ഉമ്മാർ 2 സ്പെഷ്യൽ കേസാണ്. അവർ അർപ്പിച്ചു മാറിയത് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന്. പറഞ്ഞാട്ടെ, എവിടെ നിന്നാണ്? ആ അകത്തുള്ള കതിരവിളക്കിൽ നിന്നല്ല ആ തീ പകർന്നത്, യഹോവയുടെ സന്നിധിയിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന്, മീനിങ് സ്വർഗത്തിൽ നിന്ന് തീ വന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കയ്യിൽ ഒത്തിരി തീയുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. കമാൻ കത്തട്ടെ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അവന്റെ പേര് തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന്റെ സന്നിധികളിൽ നിന്ന് തീ പുറപ്പെട്ട് ആ സമർപ്പിക്കപ്പെട്ട ആ യാഗത്തെ ജ്വലിപ്പിച്ചുവെന്ന്. ഞാൻ നിർത്തി, എഴുന്നേറ്റ് വന്നേ. ബാക്കി നിങ്ങൾക്ക് അറിയാം. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു ഫ്രഷ് ഫയർ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, പകരപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിന്ന് അഗ്നി, സ്തോത്രം, അതെ വ്യാപരിക്കപ്പെടട്ടെ. ജീസൻ വന്ന് പാടുവാൻ വേണ്ടി പോകുകയാണ്. തീ പോലെ ഇറങ്ങണമേ
In Jesus' name. കേൾക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വായു തുറന്ന് എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. യെസ്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നിയതയും അയച്ചു. കണ്ടീഷൻ ഇതാണ്, കണ്ടീഷൻ നിബന്ധന ഇതാണ്. സമർപ്പിക്കാൻ മനസ്സുണ്ടോ, ജ്വലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കമാൺ, ഇന്ന് രാത്രി എത്ര പേർ പറയുന്നു, ഞാൻ സമർപ്പിപ്പാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഒരു യാഗമെന്നതുപോലെ തന്റെ പ്രാണനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്തോത്രം, അതെ അവയവങ്ങളാണ് മൂത്രപിണ്ഡമാക്കുന്നത്. കിഡ്നിയും ലിവറും സമർപ്പിച്ചു. യോബിന്റെ പുസ്തകം 19 അധ്യായം 26, 27, സങ്കീർത്തനം 16:7 ഒക്കെ എനിക്ക് വായിപ്പിക്കണമെന്നുണ്ട്, നേരമില്ല. സ്തോത്രം, അവർ സമർപ്പിച്ചപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട്. കമാൺ, സമർപ്പണം ഇല്ലയോ? യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് ആ യാഗങ്ങളെ ദഹിപ്പിച്ച്. സെയിം തിങ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഏലിയാവ്, സ്തോത്രം, നിങ്ങൾക്കറിയാം, കർമ്മേലിൽ യാഗപീഠം പണിത് അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അങ്ങയുടെ ദാസനെന്നും നിന്റെ വചനപ്രകാരം ഞാൻ ചെയ്തിരിക്കുന്നെന്നും ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. ദാറ്റ് മീൻസ് അർത്ഥം ഒറ്റ വാക്കിൽ ഞാൻ പറയാം, അത് സമർപ്പിക്കേണ്ട രീതിയിൽ സമർപ്പിച്ചപ്പോ ഇറക്കേണ്ട തീയെ ദൈവം ഇറക്കി കാണിച്ചു. ഞാൻ അങ്ങയുടെ ദാസനെന്ന്, ഇതൊക്കെ നിന്റെ ഹിതപ്രകാരം ഞാൻ ചെയ്തിരിക്കുന്നുണ്ട്. ഉത്തരമരണമേ. എക്സാക്ട്ലി ദൈവം തീയെ ഇറക്കിയെങ്കിൽ സമർപ്പിക്കാൻ ജനമുണ്ടോ, ജ്വലിപ്പിക്കാൻ കർത്താവ് റെഡിയായിരിക്കുന്നു. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. അവൻ സന്തതിയെ കാണുകയും അകൃത്യാഗമായി ഒരുക്കിയിട്ട് യേശു കർത്താവ് സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. ദീർഘായുസ് അതിനർത്ഥം he lives forevermore. അവൻ എന്നേക്കും ജീവിക്കുന്നു. Yes, it's talking about the resurrection of our Lord Jesus. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സന്തോഷമുണ്ടോ? യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ പാട്ട് തുടങ്ങിയത് പോലെയല്ല, ആ പാട്ടിന്റെ 10ാമത്തെ വാക്യത്തിൽ വന്നപ്പോ, സ്തോത്രം, അതെ 10ാമത്തെ വാക്യമെത്തപ്പോ അവൻ ദീർഘായുസോടെ ജീവിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:18 തിരുവചനം പറയുന്നു, once I was dead, ഞാൻ ഒരിക്കൽ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതാ എന്നേക്കും ജീവിക്കുന്നു. ഇപ്പോൾ ഇതാ എന്നേക്കും ജീവിക്കുന്നു. പക്ഷെ ഒഴിഞ്ഞ കൈയോടെ അല്ല അവൻ ജീവിക്കുന്നത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. Come on, എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഈ വെളിപ്പാട് പറഞ്ഞെങ്കിൽ ഈ ദൂത് ഇൻകംപ്ലീറ്റ് ആണ്. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. അവൻ അകൃത്യ യാഗമായി തന്റെ പ്രാണനെ ഏൽപ്പിച്ചു. ദാറ്റ് മീൻസ് ചിന്തിപ്പാൻ കഴിയാത്ത പ്രാണവേദനയിലൂടെ അവൻ കടന്നുപോയി. ചിന്തിപ്പാൻ കഴിയാത്ത പ്രാണവേദനയിലൂടെ അവൻ കടന്നുപോയത് കൊണ്ട് അവന്റെ കയ്യിൽ ആർക്കും നേടാൻ കഴിയാത്ത ചില താക്കോലുകളെ ദൈവം കൊടുത്തു. അയ്യോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്ക് അറിയത്തില്ല. ആരും ചുമക്കാത്തത് ചുമക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, നീ ഇന്നലെ കൊടുത്ത വില കൊണ്ടാണ്. ആരും ചുമക്കാത്തത് ചുമക്കാൻ ഈ പട്ടണത്തിൽ ഏതോ കരങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ നിയോഗിക്കുന്നു. ആരും ചുമക്കാത്തത് ചുമക്കാൻ in Jesus name. നിന്റെ നല്ല കാലം തുടങ്ങുന്നേ ഉള്ളൂ. നിന്റെ സീസൺ മാറുകയാണ്, നിന്റെ അവസ്ഥ മാറുകയാണ്. ഇനിയാണ് ശുശ്രൂഷ, ഇനിയാണ് ഭാവി, ഇനിയാണ് ജീവിതം. നീ നിൽക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് എത്ര പ്രതിസന്ധി വന്നാല്, എത്ര വെല്ലുവിളി വന്നാല് നീ തൊലയത്തില്ല. പകരം ദൈവകൃപയാൽ നീ ജയിക്കും. ജയിച്ചുകൊണ്ടേയിരിക്കും.